ഒരു കാര്യത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു ബൗണ്ടറി വെക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും മൊബൈൽ തുറന്നിട്ട് കൊടുക്കുക, ട്രാൻസ്പെറൻ്റ് ആയിട്ട് ജീവിക്കുക. ഒരു പെൺകുട്ടിക്ക് പറയാനുള്ള ധൈര്യവും എന്താ പറയുക ചങ്കൂറ്റവും ഉണ്ടാവണം. ഇവർക്കല്ലേ പ്രാർത്ഥന, ഇത് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. സാരമില്ല, കുറച്ചു നേരം ചിരിച്ചോട്ടെ, നോ പ്രോബ്ലം. ചിരി ആരോഗ്യത്തിന് നല്ലതാണെന്നാണ് പറയുന്നത്. ഉച്ചയ്ക്ക് ഭർത്താവിൽ നിന്നൊരു മെസ്സേജ് വരുവാണ് ഭാര്യയ്ക്ക്, ഡിഡ് യു ഹാവ് ലഞ്ച്? ഈ ഒരു മെസ്സേജ് മതി ഒരു സ്ത്രീയെ സമനിലയ്ക്ക് നിർത്താൻ. യെസ്, നമ്മുടെ ഹാപ്പി ഹോംസ് 2026 ഈ ഒരു ഘട്ടത്തിൽ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു സെഷനാണ് Q&A സെഷൻ. പ്രത്യേകിച്ച് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കുന്ന, ബിബ്ലിക്കലി ജീവിക്കുന്ന, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു മോഡലായിരിക്കുന്ന, മാത്രമല്ല 3ാം ജനറേഷൻ അതിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഒരു ദൈവികമായ ഹെറിറ്റേജ് എല്ലാം കർത്താവ് നൽകിയിരിക്കുന്നു. ജനങ്ങൾ ചോദിച്ച അതിലേറ്റവും പ്രസക്തമായ ചില ചോദ്യങ്ങൾ ഒന്ന് ചോദിക്കാൻ ഐ ഹോപ്പ് റെഡിയാണെന്ന് വിശ്വസിക്കുന്നു. ഒരു ചോദ്യം ഇങ്ങനെയാണ് പാസ്റ്റർ വന്നിരിക്കുന്നത്. വർഷങ്ങളായി ലൈഫ് പാർട്ട്ണറിൻ്റെ കൂടെ ജീവിക്കുന്നു. ഭർത്താവായും അപ്പനായും കുടുംബനാഥനായും അങ്ങനെ പല റോളുകളുണ്ടല്ലോ. ആ റോളുകളുടെ ഉത്തരവാദിത്തം അദ്ദേഹം ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല. ആ ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കുന്നില്ല. ഒരു മെൻ്റൽ സ്ട്രെസ്സിലൂടെയും ഫ്രസ്ട്രേഷനിലൂടെയും ഭയങ്കര പിരിമുറുക്കത്തിലൂടെയാണ് ഈ വ്യക്തി കടന്നു പോകുന്നത്. അതെങ്ങനെയാണ് ലൈഫ് പാർട്ട്ണർ ആ ഒരു ഉത്തരവാദിത്തം അതിൻ്റെ ഒരു വെയിറ്റ് എടുക്കാതെ നിസ്സാരമായി പോകുമ്പോൾ ഈ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ലൈഫ് പാർട്ട്ണർക്ക് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? ആരോടാണോ? യെസ്, ഭർത്താവിനോടാണോ ഭാര്യയോടാണോ? ഇത് രണ്ടുപേരും ചേർന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും വീക്ഷണത്തിൽ. കുടുംബനാഥൻ്റെ കാര്യമായതുകൊണ്ടേ ചോദ്യം ചോദിച്ചിരിക്കുന്ന ഭാര്യയാണ്. കുടുംബനാഥൻ തന്നെ പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതിൽ ആദ്യം എനിക്ക് പറയാനുള്ളത് സ്പെഷ്യൽ കേസ്, സ്പെഷ്യൽ ഗ്രേസ്. എല്ലാവരും ഒന്ന് പറയാമോ? സ്പെഷ്യൽ ഗ്രേസ്. ഇത് ഞാൻ ഈ കോൺടെസ്റ്റ് ഞാൻ പറഞ്ഞു, ഇത് ഞാൻ ആദ്യമായിട്ട് പഠിച്ചത് ദുബായ് എയർപോർട്ടിൽ ഇറങ്ങി ശുശ്രൂഷയ്ക്ക് വേണ്ടി പോവുക. എയർപോർട്ടിൽ വിമാനത്തിൽ നിന്നിറങ്ങി ബസ്സിൽ ഇതിലോട്ട് ഗേറ്റിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കാണ് പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഇതുപോലെ സ്പെഷ്യൽ കേസുകൾ വന്നു. അതിൽ പ്രത്യേകിച്ച് ഈ മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ, ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങൾ ഒക്കെ ജനിക്കുന്ന കുടുംബങ്ങളിൽ ആ കുടുംബം മുഴുവൻ ലൈഫ് ടൈം ആ ഒരു പ്രശ്നത്തിൽ ഹുക്ഡാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു കൺസേൺ വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തന്ന ഒരു കാര്യമാണ് സ്പെഷ്യൽ കേസ്, സ്പെഷ്യൽ ഗ്രേസ്. ചില ഭർത്താക്കന്മാർ ഒട്ടും ഉത്തരവാദിത്വം എടുക്കാറില്ല. വെയിറ്റ് മുഴുവൻ ഭാര്യയുടെ മേലാണ്. ചിലപ്പോൾ ഒത്തിരി കൗൺസിലിംഗ് കൊടുക്കും, പല രീതിയിൽ ഉപദേശിക്കും, വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ഉപദേശിച്ചാലും എടുക്കാത്ത കേസുകളിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു സിംഗിൾ മദർ കാര്യങ്ങൾ നടത്തുന്നത് പോലെ നടത്തേണ്ടുന്ന സാഹചര്യം വന്നേക്കാം. ആ സമയത്ത് പ്രധാനമായും നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു വലിയ കൃപ. ആ സമയത്ത് ഷീൽ ബി ഏബിൾ ടു റൈസ് ടു ദ സിറ്റുവേഷൻ, എന്നിട്ട് ആ കാര്യങ്ങൾ നടത്താൻ. എന്നാൽ അത് അൾട്ടിമേറ്റ് പരിഹാരമാണോ? അല്ല. ഈ ഭർത്താവ് ശരിയായ ഇതിലേക്ക് വരണം. പലപ്പോഴും ഭർത്താക്കന്മാർ വിശ്വാസികളല്ല. ഈ കേസിൽ അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് പറയുന്നില്ല. ചിലപ്പോൾ വിശ്വാസികളായിരിക്കും, വിശ്വാസികളല്ലായിരിക്കാം. ഇവിടെ സംഭവിക്കുന്നത് ഭാര്യയ്ക്കും ഭർത്താവിനും ഉത്തരവാദിത്തങ്ങളുണ്ട്, റോൾസ് ഉണ്ട്. അതിൽ ഒരാൾ ഫങ്ഷൻ ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ ഡിസ്ഫങ്ഷണൽ ഫാമിലി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള നിരവധി കുടുംബങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ഏതെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ചർച്ചിലെ പാസ്റ്ററോ അല്ലെങ്കിൽ ശുശ്രൂഷകരോ ഇടപെട്ട് ഇവരെ ഒരുമിച്ചിരുത്തി ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇത് കൂടാതെ നടത്തണം. പക്ഷേ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഇത് നടക്കുന്നില്ലെങ്കിലാണ് ഞാൻ പറഞ്ഞത് സ്പെഷ്യൽ ഗ്രേസിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ഒറ്റ കാരണത്താൽ ഭയങ്കരമായൊരു സ്ട്രെസ്സ് ഭാര്യമാർക്ക് വരും. ഇതെല്ലാം കൂടി ഈ ചുമന്നുകൊണ്ട് പോകുക എന്ന് പറയുന്നത്. അതിനുവേണ്ടി കർത്താവ് ഒരു വലിയ കൃപ തരും. മാത്രമല്ല, ദൈവം വിടിവിച്ചാലും ഇല്ലെങ്കിലും 3 എബ്രായ ബാലന്മാർ പറഞ്ഞതുപോലെ ചിലർ ആയുസ്സിൽ ചിലപ്പോൾ ശരിയാകണമെന്നില്ല, എന്തെല്ലാം ചെയ്താലും ശരിയാകണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ ദൈവം വലിയൊരു കൃപ ആ ഭാര്യമാർക്ക് കൊടുക്കും. എങ്കിലും ഏതെല്ലാം രീതിയിൽ വചനത്തിലൂടെയോ കൗൺസിലിങ്ങിലൂടെയോ ഏതെങ്കിലുമൊക്കെ ഉപദേശത്തിലൂടെയോ പലരെ കൊണ്ട് സംസാരിപ്പിച്ചോ
ഇയാളെ അതിലേക്ക് കൊണ്ടുവരാനുള്ള മാനുഷികമായ കാര്യങ്ങൾ ഒരു ഭാഗത്ത് നടത്തുകയും മറുഭാഗത്ത് പ്രാർത്ഥനയിലൂടെ അതൊരു സ്പിരിച്വൽ വാർഫെയറായി എടുത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് മുന്നിലേക്ക് പോവുകയും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വേറെ എന്തെങ്കിലും? എനിക്ക് ഇതിനകത്തൊരു ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ കൂടെ പറയാനുള്ളത്. എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തെ മാറ്റാൻ നിങ്ങൾക്കേ പറ്റാത്തേ ഉള്ളൂ. നേരത്തെ പാസ്റ്റർ പറഞ്ഞുള്ള ദൈവത്തിന് പറ്റും. അപ്പോൾ ദൈവത്തിലോട്ട് കൊടുക്കുക എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു മറുവശം കൂടെ പറയുകയാണ്. ഒരു ക്രിസ്ത്യൻ എന്ന നിലയിൽ ഈ ഉത്തരവാദിത്തമില്ലാത്ത ഈ ഒരു മനോഭാവം കാണിക്കുന്ന ആളെ, ആ രീതികളെ നമ്മൾ ഭയങ്കരമായിട്ട് സഹിക്കണമെന്ന് ബൈബിൾ പറയുന്നില്ല. അപ്പോൾ അതിനകത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വ്യക്തമായിട്ടുള്ളൊരു ആശയ സമ്പർക്കം, ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ അദ്ദേഹമായിട്ട് നിങ്ങൾക്ക് ഹെൽത്തി വേയിൽ നടപ്പാക്കാനായിട്ട് ആദ്യമേ ശ്രമിക്കുന്ന കൂട്ടത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാർക്ക് അങ്ങനെ തോന്നുവാണെങ്കിൽ അവർക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഉത്തരവാദിത്തം എടുക്കാൻ സാധിക്കാത്തത് മനഃപൂർവ്വമായിട്ടല്ല, ഒരുപക്ഷെ ഒരു വളർത്തപ്പെട്ട സാഹചര്യത്തിൽ മുൻകാലങ്ങളിൽ അവരുടെ വീട്ടിലൊന്നും അങ്ങനെ ഒരു ഉത്തരവാദിത്തം കൊടുക്കാതെ അവരെ ഭയങ്കര ബേബിയായിട്ട് വളർത്തിയ പാരൻസൊക്കെ ഉണ്ടാവായിരിക്കും അവർക്ക്, അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, ഒരു പണിയും ചെയ്യിപ്പിക്കാതെ കൊച്ചായിട്ട് കൊണ്ടു നടന്നവരുണ്ടായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് ആ ഉത്തരവാദിത്തം എടുക്കാനുള്ള പരിശീലനം വിവാഹത്തിന് മുന്നമേ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് അത് കുഴപ്പമില്ല. പക്ഷേ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ സപ്പോർട്ട് തരണമെന്ന് ആവശ്യപ്പെടണം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു അഭിപ്രായമാണ്, അങ്ങനെ പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇത്തരം ക്യാരക്ടർ ഉള്ള ആളുകൾ അവർ ഉത്തരവാദിത്തം ചെയ്യുകയുമില്ല, അവരൊത്തിരി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അത്തരം വീടുകളിൽ അത്തരം സഹോദരിമാരെ എനിക്കറിയാം. അവർ കുറ്റാരോപണം മുഴുവൻ കേൾക്കുകയും വേണം, പിന്നെ ഈ ഉത്തരവാദിത്തം ചെയ്യുകയും വേണം. അപ്പോൾ ആ ഒരു മിക്സ്ഡ് ഒരു ഫീലുണ്ട്. പാസ്റ്റർ നേരത്തെ പറഞ്ഞ ഗ്രേസ് എന്ന് പറയുന്ന അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഗ്രേസ് അവിടെ വർക്ക് ചെയ്യും. അപ്പോൾ തന്നെ വ്യക്തമായിട്ട് നിങ്ങൾ ഈ ഉത്തരവാദിത്തം എടുക്കാത്തതുകൊണ്ട് എനിക്ക് പൂർണ്ണമായ സപ്പോർട്ട് നിങ്ങൾ തരണം എന്ന് പറയുന്ന ഒരു കാര്യം ആശയ സമ്പർക്കത്തിലൂടെ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിലൂടെ അത് വ്യക്തമാക്കുന്നത് കുടുംബജീവിതത്തിന് കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. My husband shows more love towards his mother and sisters. Even though he loves me, he does not express it because he is afraid of them. He doesn't even buy me clothes. Please guide me on how to live with such a person. One more thing, he is not a believer. How can we improve the harmony in fulfilling the duties and responsibilities of a husband and wife and a father and mother? ഞാനൊന്ന് മലയാളത്തിലേക്ക് കൂടി ഒന്ന് പരിഭാഷപ്പെടുത്തിയേക്കാം. എൻ്റെ ഭർത്താവ് എന്നോട് സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല. എന്നോട് സ്നേഹമുണ്ട്, പക്ഷേ തൻ്റെ അമ്മയോടും സഹോദരിമാരോടും പെങ്ങന്മാരോടൊക്കെ സ്നേഹം പ്രകടിപ്പിക്കുന്നു. പക്ഷേ അവരുള്ളത് കൊണ്ട് എന്നോട് സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല. എനിക്കൊരു പുതിയ വസ്ത്രം വാങ്ങിച്ചു തരുവാനോ അങ്ങനെയൊന്നും. അദ്ദേഹം ബേസിക്കലി ഒരു നല്ല വ്യക്തിയാണ്, പക്ഷേ എന്നോടത് എക്സ്പ്രസ് ചെയ്യുന്നില്ല. പക്ഷേ അദ്ദേഹം ബിലീവറും അല്ല. അപ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള ഐക്യത അല്ലെങ്കിൽ ആ പരസ്പര ബന്ധം വളർത്താൻ പറ്റുന്നത്? എന്നോടാണോ? ആക്ച്വലി എനിക്ക് തോന്നുന്നു ഈ ഹസ്ബൻഡ്സിന്, പുരുഷന്മാർക്ക് അമ്മമാരോടും സഹോദരിമാരോടും കൂടുതൽ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. കാരണം അവരുടെ ഓപ്പോസിറ്റ് സെക്സിലുള്ള ആളുകളോട്, അതായത് വീട്ടിലാവുമ്പോൾ അമ്മയും സഹോദരിമാരും അല്ലേ, പിന്നെ അമ്മയുടെ അമ്മ, അങ്ങനെയൊക്കെ അമ്മയുടെ അനിയത്തി അങ്ങനെയൊക്കെ കാണും. അവരോടൊരു സ്പെഷ്യൽ സ്നേഹം ഉണ്ടാവും എന്ന് പറയുന്നത് അത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. ആ ഒരു അറ്റാച്ച്മെൻറ്റിലാണ് ആ ഒരു സ്നേഹം ഉണ്ടാകുന്നത്. അത് നമ്മൾ കൺസിഡർ ചെയ്യണം. കാരണം അത് പുരുഷന്മാരായതുകൊണ്ട് അതുണ്ടാവും. ഇനി സ്ത്രീകൾക്കാണെങ്കിലോ അപ്പന്മാരോടായിരിക്കില്ലേ കൂടുതലുണ്ടാവുക, സഹോദരന്മാരോടും കാണും. അപ്പോൾ അതിനകത്ത് ഭർത്താക്കന്മാരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അതിനകത്തൊരു അറ്റാച്ച്മെൻറ്റ് എങ്ങനെ വന്നാലും ഓപ്പോസിറ്റ് സെക്സിനോടുണ്ടാവും. പക്ഷേ വിവാഹം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ കാലക്രമേണയാണ് ഇതിനകത്ത് കുറേ ചേഞ്ചസ് ഒത്തിരി പേർക്ക് വരുന്നത്. എന്നാൽ ചില ആളുകൾക്ക് ഈ ചേഞ്ചസ് വരുന്നില്ല. അതായിരിക്കുമല്ലോ ഈ പറയുന്നത്. അത് മിക്കവാറും ഒരു ഫിയർ ഫാക്ടർ ഉള്ളത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഭയങ്കരമായിട്ടുള്ള ഒരു ഭയം അവരുടെ അകത്തുണ്ടാകും. അപ്പോൾ ഈ ഭയത്തിൽ നിന്ന് സഹോദരിമാരുടെയും അമ്മയുടെയും മുന്നിൽ ഭാര്യയെ സ്നേഹിക്കാനുള്ള ഒരു വല്ലാത്ത ഭയമുണ്ടാകും. ആ ഭയത്തിൽ നിന്നാണ് ഇവർ പിന്നെ ഇവരെ എന്താ പറയുക, മുന്നിൽ വർത്തമാനം പറയാതിരിക്കുക, അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കാതിരിക്കുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുക, കൈകോർത്ത് പിടിക്കാതിരിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങൾ. പക്ഷേ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ തന്നെ ഭർത്താവിനോട് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം, ആശയ സമ്പർക്കം അഥവാ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം എന്ന് പറയുന്നത്, അത് വ്യക്തമായിട്ട്
ഈ ഒരു കാര്യത്തിൽ നമ്മളിങ്ങനെ ഒരു ബൗണ്ടറി വെക്കേണ്ട ആവശ്യമില്ല. ഈ ആളുകളുടെ മുന്നിൽ തന്നെ നമുക്ക് സ്നേഹത്തോടെ നിൽക്കേണ്ടതാണ്. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഒരു പെൺകുട്ടിക്ക് പറയാനുള്ള ധൈര്യവും എന്താ പറയുക ചങ്കൂറ്റവും ഉണ്ടാവണം. അതില്ലാത്തിടത്തോളം കാലം ഈ പരാതി പറഞ്ഞ് 30 വർഷമാണെങ്കിലും 50 വർഷമാണെങ്കിലും ജീവിക്കേണ്ടി വരും. തുടക്ക മാസങ്ങളിൽ തന്നെ, തുടക്ക ആഴ്ചകളിൽ തന്നെ ഇത് നമുക്ക് ഇവരുടെ മുന്നിൽ കൃത്യമായ കാര്യങ്ങൾ ഉണ്ടാകണം എന്നുള്ളത് ആദ്യകാലത്ത് തന്നെ പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടാകണം. അതുപോലെ തന്നെ ടൈമിങ്, ആ സമയം കൊടുക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതായത് പൊതുവേ വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ കാണുന്നത് ഇവരെല്ലാം ഈ ഇൻലോസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഭാര്യ പുറത്തോട്ട് പോകാൻ നിൽക്കുമ്പോൾ അമ്മമാരും പറയും ഞാനും വരുന്നുണ്ട്, എനിക്കും മേടിക്കാനുണ്ട് ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ഒപ്പം കയറി അങ്ങോട്ട് വരും. അപ്പോൾ ഭർത്താക്കന്മാരാകെ ഇതാവും. കാരണം 10-25 വർഷമായിട്ട് എന്നെ വളർത്തി വലുതാക്കിയ ആളാണോ ഇന്നലെ കയറി വന്ന ഈ പെൺകുട്ടിയാണോ എന്ന് പറയുന്ന ഒരു വലിയ സംശയമുണ്ട്. ആ സമയത്ത് അവരുടെ ഉള്ളിൽ വരുന്ന ഒരു വല്ലാത്ത സംശയമാണത്. അപ്പോൾ അവിടെ കൃത്യമായിട്ട് ആ ടൈം സ്പെൻഡ് ചെയ്യുന്ന കാര്യത്തിൽ എവിടെയൊക്കെയാണ് എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ വ്യക്തത ഉണ്ടാവണം. ഇത് അപ്പനും അമ്മയ്ക്കും നിങ്ങൾക്ക് കൊടുക്കാനുള്ള സമയമാണ്, പൊക്കോളൂ, ചെയ്തോളൂ എന്ന് പറയുന്നത്. എന്നാൽ ഈ സമയം എനിക്ക് വേണ്ടി തരേണ്ടതാണ് അതിനെപ്പറ്റി. അതുപോലെ ഇത് അപ്പനും അമ്മയ്ക്കും അല്ലെങ്കിൽ സഹോദരിമാർക്കും കൊടുക്കേണ്ട പണമാണ്, ചെയ്തോളൂ, കൊടുത്തോളൂ. പക്ഷെ എൻ്റെ കാര്യത്തിൽ ഇതാണ് എന്ന് പറയുന്ന വ്യക്തമായ തീരുമാനങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ ഈ കാര്യത്തെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നാണ് തോന്നുന്നത്. ഒരു കാര്യം എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, ഇങ്ങനൊരു സാഹചര്യത്തിൽ പലപ്പോഴും ഭാര്യമാരെടുക്കുന്ന ആദ്യത്തെ നടപടി ആ അമ്മയെയും സഹോദരിമാരെയും അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് കിട്ടേണ്ട സ്നേഹം കവർന്നുകൊണ്ട് പോകുന്ന ഈ സ്ത്രീകളെ ഞാൻ ശരിയാക്കും. എങ്ങനെ അകറ്റിക്കളയും? അപ്പോൾ അവിടെ സംഭവിക്കുന്നത്, അവിടെ ഒരു യുദ്ധം ആരംഭിക്കുകയാണ്, ഒരു പിടിവലി ആരംഭിക്കുകയാണ്. ഇതിൽ ബലിയാടാകുന്നത് ഭർത്താവാണ്. സ്ത്രീകളുടെ നടുവിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും, വലിയൊരു ഈ സ്ത്രീകളുടെ നടുവിൽ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഒരു സൈക്കോളജിക്കൽ വലിയൊരു ട്രോമ ഉണ്ടാവും. എന്നെ ജനിപ്പിച്ച സ്ത്രീ, ഈ സ്ത്രീയാണ് ഞാൻ ആദ്യം കണ്ടത്, എൻ്റെ സഹോദരിമാരെയാണ് ഞാൻ ആദ്യം കണ്ടത്. എന്നാൽ ഈ ഭാര്യ വന്നത് അടുത്തിടെയാണ്, പുറത്തുനിന്ന് വന്നതാണ്. ആദ്യം ഇവർക്കല്ലേ ഇത് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. എന്നാൽ വിവാഹ ജീവിതത്തിൽ അങ്ങനെ അല്ല. പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും എന്നുള്ള ദൈവത്തിൻ്റെ പ്രയോറിറ്റി അനുസരിച്ചുള്ള ആ കാര്യം ഈ വീട്ടിൽ നടന്നിട്ടില്ല. ഇവിടെ എഡ്യൂക്കേറ്റ് ചെയ്യണം, ഭർത്താവിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഇനി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഞാനാണ്. അപ്പം അതിന് ഏറ്റവും നല്ലത് എന്താണ്? ഹാപ്പി ഹോംസ്. രണ്ടാമത്തത് എന്താണ്? പാം ആൻഡ് വൈൻ. നമുക്കെല്ലാവർക്കും തെറ്റുപറ്റാം. ഇപ്പോഴാണ് നമ്മൾ വചനം പഠിച്ച് ഇങ്ങനെയുള്ള വെളിവൊക്കെ വരുന്നത്. എനിക്കറിയില്ലായിരുന്നു തുടക്കത്തിൽ പ്രയോറിറ്റീസിൻ്റെ കാര്യങ്ങൾ, ഇതൊന്നും ആരും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. മാത്രമല്ല, നമുക്ക് എവിടെയുണ്ട് നല്ലൊരു മാതൃക? ഞാൻ ചോദിക്കുവാണ്, നല്ലൊരു വിവാഹത്തിൻ്റെ മാതൃക, കുടുംബജീവിതത്തിൻ്റെ മാതൃക കാണാൻ, പിൻപറ്റാൻ, മോഡലായിട്ട് എവിടെ കിട്ടും? പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പലരും ചെയ്യുന്നത് നമ്മളങ്ങ് അനുകരിക്കുക. ആ വീട്ടിലങ്ങനെ, അതുകൊണ്ട് ഞാനും ഇങ്ങനെ. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ, അപ്പോൾ അവിടെ ഓപ്പൺ ടോക്ക് വേണം. എനിക്ക് കിട്ടേണ്ട സ്നേഹം എനിക്ക് വേണം എന്നുള്ളത് തുറന്നു പറയണം. ഒന്നും മേടിച്ചു തരുന്നില്ലെന്ന് അങ്ങനെ എന്തൊക്കെ പറഞ്ഞു അല്ലേ? ഒരു ഡ്രസ്സ് പോലും. ഇവിടെ ഇരിക്കുന്ന എല്ലാ ഭർത്താക്കന്മാരോടും ഞാൻ കൂപ്പുകയോടെ പറയുകയാണ്, ഭാര്യമാർക്ക് ആവശ്യത്തിലധികം ഡ്രസ്സുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഒരെണ്ണം മേടിച്ചു കൊടുത്തേക്കണം. ഇത് കുടുംബ സമാധാനത്തിന് അനിവാര്യമാണ്. പ്രത്യേകിച്ച് വെഡിങ് ആനിവേഴ്സറിയുടെ ദിവസം. ഇത് കഴിഞ്ഞ് നേരെ അങ്ങ് പോവാം. ഇതിന് എൻ്റെ പോളിസി ഇതായിരുന്നു, ഇത്രയും ഡ്രസ്സുണ്ടല്ലോ പിന്നെ എന്തിനാ ഒരെണ്ണം കൂടെ? പക്ഷെ ഒരു സ്ത്രീ നോർമലാകണമെങ്കിൽ സ്വന്തം ഭർത്താവ് മേടിച്ചു കൊടുക്കണം, പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത്. ആരെല്ലാം 1000 വസ്ത്രം മേടിച്ചു കൊടുത്താലും ഭർത്താവ് മേടിച്ചു തരുന്നതിന് വില കൂടുതലാണ്. ഇത് മനസ്സിലാക്കി ഭർത്താക്കന്മാർ മേടിച്ചു കൊടുക്കണം. അത് മേടിച്ചു കൊടുക്കുക മാത്രമല്ല പാസ്റ്റർ, അത് ഇട്ടിട്ട് ഇത് നല്ലതാണോ എന്നുള്ള ചോദ്യം ഉണ്ടാവും. അതിന് ഭയങ്കര സൂപ്പറാണെന്ന് നിങ്ങൾ പറയണം. അങ്ങനെയല്ല ഞാൻ പറയാം. ഒരു ഡ്രസ്സ് പുതുതായി കിട്ടിയാൽ അടുത്തതൊരു ഫാഷൻ പരേഡാണ്. അത് നിങ്ങളുടെ മുമ്പിലാണെന്നുള്ളത് മറക്കരുത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ റെഡിയായിരിക്കുക അതിന് മാർക്കിടാനും. അതിന് മാർക്കൊന്നും കുറഞ്ഞു പോകരുത്. ഏറ്റവും നല്ല മാർക്ക് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാവും.
പാസ്റ്റർ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു ക്വസ്റ്റ്യൻ പാസ്റ്ററോട് തന്നെ ഇന്ന് ചോദിക്കാം. എല്ലാവരും പോയി ഡ്രസ്സ് മേടിച്ചു കൊടുക്കുക. അതെ അതെ. അതുപോലെ നമ്മുടെ പാം ആൻഡ് വൈൻ ബുക്കിൽ പാസ്റ്റർ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്, ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു റിലേഷൻഷിപ്പ് സർക്കിൾ എന്ന് പറഞ്ഞിട്ടല്ലേ? ഞാനതാ പറഞ്ഞത്, ഈ മലയാളം കിട്ടിയ ഉടൻ തന്നെ ആദ്യത്തെ കോപ്പി തന്നെ മേടിച്ചോളണം. ആദ്യം മുതൽ അവസാനം വരെ ഓരോ കോണ്ടക്സ്റ്റ് അനുസരിച്ച് വായിച്ച് നോക്കി. ഇതെല്ലാം നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതായത് ഇൻലോസിന്, ഔട്ട്ലോസിന്. സാരമില്ല, കുറച്ച് നേരം ചിരിച്ചോട്ടെ, നോ പ്രോബ്ലം. ചിരി ആരോഗ്യത്തിന് നല്ലതാണെന്നാണ് പറയുന്നത്. ഇൻലോസ് ഔട്ട്ലുക്ക്, കറക്റ്റ്. ഒന്ന് കാണിച്ചതേ, എഴുന്നേറ്റ് നിന്നിട്ട് അതൊന്ന് പൊക്കി കാണിച്ചു കൊടുത്ത് ആ പേജിൽ അങ്ങോട്ട് തിരി റിലേഷൻഷിപ്പ് സർക്കിൾ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അവിടെ ആരെ എവിടെ നിർത്തണം, ഭാര്യ എവിടെ നിർത്തണം, മക്കളെ എവിടെ നിർത്തണം, ഇൻലോസ്, ഔട്ട്ലോസ്, ഫ്രണ്ട്സ്, ചർച്ചിലുള്ളവർ എവിടെ നിർത്തണം എന്നുള്ളതൊരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അവിടെ അങ്ങ് നിർത്തിയാൽ ഒരു പ്രശ്നമില്ല. ഓരോ വര വരച്ച് നിർത്തുക. വിവാഹ ജീവിതത്തിന് ശേഷം ദൈവം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി നിങ്ങളുടെ ജീവിത പങ്കാളിയാണ്, അപ്പനല്ല, അമ്മയല്ല. പക്ഷെ അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്തിരിക്കണം. പക്ഷെ സ്നേഹം ഏറ്റവും കൂടുതൽ ജീവിത പങ്കാളിയോടായിരിക്കണം. വചനം അങ്ങനെയാണ്. ഞാനാണത് പറഞ്ഞുകൊണ്ടിരുന്നത്. പറയുന്നുണ്ടല്ലോ 29 years of marriage കഴിഞ്ഞല്ലോ. Who wins the argument usually? വഴക്കുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ തർക്കമുണ്ടാവും, ഒരു വിഷയത്തിൽ തർക്കമുണ്ടാവും, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ആരാണ് ജയിക്കാറെന്ന് പറയുന്നത്? ഞാൻ ഇന്ന് വരെ ജയിച്ചിട്ടില്ല. ടു ബി ഫ്രാങ്ക്, ഇന്ന് വരെ ഞാൻ ജയിച്ചിട്ടില്ല. Very humble answer, Pastor. ഹംബിൾ അല്ല, ദിസ് ഈസ് എ ഫാക്ട്. ഐ ഹാവ് നെവർ വോൺ. കഴിഞ്ഞ 29 വർഷമായിട്ട്, ഇത് പറഞ്ഞ വളരെ കറക്റ്റാണ്, 29 വർഷമായിട്ട് വാക്കുകൾ കൊണ്ടും മറ്റെല്ലാ കാര്യം കൊണ്ടും ജയിച്ചുകൊണ്ടിരുന്നത് പാസ്റ്ററായിരുന്നു. പക്ഷെ ഇന്നാണ് സത്യം മനസ്സിലായത്, ജയമായിരുന്നില്ല, അത് തോൽവിയായിരുന്നു. ജയിച്ചത് ഞാൻ. 100% വിവാഹ ജീവിതത്തിലെ ജയം തോൽവിയാണ്. യെസ്, ദാറ്റ്സ് എ കറക്റ്റ് പോയിന്റ്. അവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാകുമ്പോൾ ജയിക്കുന്നത്, പലപ്പോഴും ജയിക്കുന്ന ആള് എന്താ പറയുക, ഇങ്ങനെ ഒരു തർക്കം ഉണ്ടാകുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ പറയുന്ന ഒരാളായിരിക്കില്ല ജയിക്കുന്നത്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്ന ആളുമല്ല ജയിക്കുന്നത്. ഒരാൾ വഴക്കുണ്ടാക്കും, ഭാര്യ വഴക്കുണ്ടാക്കുന്നു, ഭർത്താവ് മിണ്ടാതിരിക്കുന്നു, അല്ലെങ്കിൽ ഭർത്താവ് കുറേ കാര്യങ്ങൾ പറയുന്നു, ഭാര്യ മിണ്ടാതിരിക്കുന്നത്. ആരെങ്കിലും ഒരാൾ മിണ്ടാതിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഈ കസേരയിൽ ഇരിക്കുന്നത്. രണ്ടുപേരും കൂടി അന്നേരം ഒച്ചയെടുത്തെങ്കിൽ നിങ്ങൾ ഈ ചർച്ചിലേ ഉണ്ടാവത്തില്ലായിരുന്നു. അതിനൊരു ഹല്ലേലൂയ പറയാമോ? കാരണം ഒരാൾ ഒച്ചയെടുക്കുമ്പോൾ ഒരാൾ മിണ്ടാതിരിക്കുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക്കലി അത് സംഭവിക്കുന്നുണ്ട് നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും ദൈവകൃപയാൽ. പക്ഷേ സത്യത്തിൽ ജയിച്ചത് ആരാണ്? ആ ഒരു ആർഗ്യുമെൻറ്റ്സിന് ശേഷം സത്യത്തിൽ ജയിച്ചത് ആ ബെഡ്റൂമിൽ കയറിയതിന് ശേഷം നമ്മൾ തന്നെ അത് ക്ഷമിക്കുകയും നമ്മൾ തന്നെ പൊറുക്കുകയും അതിനുശേഷം വീണ്ടും കൈകോർത്ത് പിടിച്ച് ഒരുമിച്ച് യാത്ര ചെയ്യുകയും ചായ തരട്ടെ എന്ന് ചോദിക്കുകയും കടയിൽ നമ്മളെ കൊണ്ടുപോയി ഒരു ഉടുപ്പ് മേടിച്ച് തരികയും ഒക്കെ ചെയ്തപ്പോൾ നമ്മൾ രണ്ടുപേരും ജയിക്കുകയായിരുന്നു. അപ്പോൾ ആർഗ്യുമെൻറ്റ്സിൽ ഈ രണ്ടുപേരും ജയിക്കുന്ന തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. ആദ്യം പാസ്റ്റർ ഒരു ഗോൾ അടിച്ചു, പിന്നെ ഷെമാൻ്റെ ഒരു ഗോൾ അടിച്ചു, പിന്നെ മൂന്നാമത് രണ്ടുപേരും കൂടി ചേർന്നൊരു ഗോൾ അടിച്ചു. കൊള്ളാലോ, അതാണ് ഹാപ്പി ഹോംസ്. ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്, ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയിൽ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ്, അതായത് അവിഹിതമെന്ന് പറയാം, അല്ലെങ്കിൽ വിവാഹത്തിന് പുറത്തുള്ള ബന്ധങ്ങൾ ഈ വ്യക്തിക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ വരുമ്പോൾ, അങ്ങനെ കണ്ടാൽ, തിരിച്ചറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കണം, എങ്ങനെ അത് റീസെറ്റ് ചെയ്യാൻ സാധിക്കും, എങ്ങനെ അഡ്രസ്സ് ചെയ്യണം? അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ മിക്കവാറും കുടുംബങ്ങളിൽ കാണുന്നൊരു കാര്യമാണ്. കാരണം സംശയത്തിലാണല്ലോ ഇത് ആദ്യം തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ സത്യാവസ്ഥ അറിയണം. ഇതിനകത്ത് പല കാര്യങ്ങളും ഞങ്ങളുടെ മുമ്പിൽ കൗൺസിലിംഗ് വന്നപ്പോൾ ഇതൊക്കെ കുറേ തെറ്റിദ്ധാരണയാണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. എന്നിട്ട് ഒരു 2-3 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ അന്നത്തെ കാര്യം എന്തായി എന്നൊക്കെ ഞാൻ ചില സഹോദരന്മാരോടൊക്കെ അത് അന്നേരം ഞങ്ങൾക്ക് തോന്നിയൊരു മണ്ടത്തരമാണ്. മനസ്സിലാവേണ്ട, ഒരു 5 വർഷം കഴിയുമ്പോഴാണ് ഇത് തോന്നിയ മണ്ടത്തരമാണെന്നൊക്കെ തോന്നുന്നത് ഒത്തിരി പേരുടെ കാര്യത്തിലും. അപ്പോൾ ഫസ്റ്റ് തന്നെ സത്യാവസ്ഥ മനസ്സിലാക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. എങ്ങനെയാണ് സത്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി സത്യം ഉണ്ട് എന്നുള്ളത്
നിങ്ങൾക്ക് വ്യക്തമായി ഈ സത്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറേ ഏജൻസിനൊന്നും വെക്കരുത്. ദൈവത്തെ ഓർത്ത് അവരെല്ലാം കൂടി കുടുംബത്തിൽ കയറി ചവിട്ടുനാടകം നടത്തി നിങ്ങളെ പുറത്താക്കും. അതുകൊണ്ട് ഏജൻസിനൊന്നും വെച്ച് സത്യാവസ്ഥ അറിയരുത്. അല്ലാതെ നേരിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ മറ്റു കാര്യം നമ്മുടെ മുന്നിലേക്ക് അതിൻ്റെ തെളിവുകൾ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. സത്യാവസ്ഥ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഒരു രീതിയാണ്, ആ വ്യക്തിയോട് നിങ്ങൾ സംസാരിക്കണം, നിങ്ങളുടെ പങ്കാളിയോട്. പക്ഷേ അത് ആളുകളെല്ലാം കൂട്ടി വരുത്തി ആ ആളോട് ഒന്നും മിണ്ടാതെ നേരെ ഡാമിയൻ പാസ്റ്ററിനെയും ഷെമസിന്റെ ഓഫീസ് റൂമിലോട്ട് കൊണ്ടുവന്ന് നിർത്തി, ഇന്ന് പാസ്റ്ററിന് മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞ് കൊണ്ടുവന്ന് നിർത്തിയിട്ട് മുന്നിൽ നിന്ന് പറയിപ്പിക്കരുത്. അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഒക്കെ മുന്നിൽ നിർത്തിക്കൊണ്ടാകരുത്. പകരം രഹസ്യമായിട്ട് വളരെ സംയമനത്തോടെയും വളരെ വിവേകത്തോടെയും ഇങ്ങനൊരു കാര്യം നമ്മൾ കേൾക്കുന്നുണ്ട്, ഇതിനകത്ത് സത്യാവസ്ഥ എന്താണ്, എന്ത് തന്നെയാണെങ്കിലും എനിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട്, നിങ്ങളുടെ കൂടെ തന്നെയാണ് ജീവിക്കാൻ എനിക്ക് താല്പര്യം എന്ന് നമ്മുടെ ഒരു പ്രോമിസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഉറപ്പ് കൊടുത്തുകൊണ്ട് വേണം സംസാരിക്കാനായിട്ട്. അങ്ങനെ ഒരു ഉറപ്പ് കൊടുക്കാതെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഇവർ ഒരിക്കലും എന്താ പറയണേ കാര്യമായ രീതിയിൽ സത്യം പറയാന്നുള്ളതല്ല, നമ്മളോടുള്ള വ്യക്തമായ രീതിയിൽ ഒരു ഓപ്പൺനെസ് അവർക്ക് ഉണ്ടാകില്ല. അപ്പോൾ ആ ഒരു ഉറപ്പ് കൊടുത്തുകൊണ്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, അവർ കൺഫസ് ചെയ്യും, അവർ കൺഫസ് ചെയ്യട്ടെ. പക്ഷെ എപ്പോഴും പിന്നീട് സംഭവിക്കുന്ന ഒരു മാറ്റം ഞാൻ കണ്ടിട്ടുള്ളത്, ഈ കൺഫസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ അന്നേരമൊക്കെ ഇവർ നമ്മുടെ മുമ്പിലൊക്കെ വന്ന് പ്രാർത്ഥിക്കുകയും ഭയങ്കര സംഭവമൊക്കെ നടത്തും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഭർത്താവാണെങ്കിൽ ഒരു തെറ്റ് ചെയ്തെന്ന് ഓർത്തോ, ഒരു 3 മാസം കഴിയുമ്പോൾ ഒരു മൂർഖം പാമ്പിൻ്റെ പോലെ ഈ സഹോദരി ആവുന്ന കാണാം. എല്ലാം കൺട്രോൾ ചെയ്യുക. പിന്നെ ഈ പുള്ളിക്കാരൻ എന്താ പറയുക, ഒരു വിലയില്ലാത്ത ഒരാളായിട്ടോ അങ്ങനെയൊക്കെ കൺസിഡർ ചെയ്യും. അത് സ്ത്രീകളും അങ്ങനെ തന്നെ, പുരുഷന്മാരും അങ്ങനെ തന്നെ ഈ സ്ത്രീകളോടും ഒരു വിലയില്ലാത്ത പോലെ അവരുടെ ഡിഗ്നിറ്റിയെ അവരുടെ മാന്യതയെ എല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് സംസാരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ ഒരിക്കൽ അത് കൺഫസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അവരുടെ അകത്തൊരു വലിയ വേദനയുണ്ട്, പ്രയാസമുണ്ട്. ആ ഡിഗ്നിറ്റിയെ വീണ്ടും എന്താ പറയുക അത് റെസ്റ്റോർ ചെയ്യുന്ന വിധത്തിൽ, അതിനെ പുനഃസ്ഥാപിക്കുന്ന വിധത്തിൽ 1 വർഷമോ 2 വർഷമോ ഒക്കെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന പങ്കാളി അതിന് സമയം കൊടുത്ത് 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 അത് ബിൽഡ് ചെയ്ത് അങ്ങനെ മാരേജ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കൽ പോലും പിന്നീട് ആ വ്യക്തി ഇത്തരമൊരു റിലേഷൻഷിപ്പിലോ പ്രശ്നങ്ങളിലേക്കോ തിരിച്ചു പോകാത്ത വിധത്തിൽ ആ വ്യക്തിയെ സേഫാക്കി എന്താ പറയുക വെൽ ഡൺ എന്ന രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കും. ഈ ഒരു കാലത്ത് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് കൂടുന്നൊരു കാലമാണ്, സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടും എല്ലാവരും പുറത്തു പോയി വർക്ക് ചെയ്യുന്നതുകൊണ്ടും. ചർച്ചിൻ്റെ കോണ്ടെക്സ്റ്റിൽ അത് വരാം, പുറത്തു വരാം. ഷിമ സിസ്റ്റർ പറഞ്ഞ പോലെ ഒന്ന് ഇതിൽ യാഥാർത്ഥ്യമുണ്ടോ എന്ന് കണ്ടുപിടിക്കും. ചിലത് തെറ്റിദ്ധാരണയായിരിക്കും, അസൂയാലുക്കൾ കൊണ്ടുവരുന്നതാകാം. ഇനി ഉണ്ടെന്ന് പ്രൂവ് ചെയ്താൽ 2 ഓപ്ഷൻ, വിട്ടുകളയാം, ചേർത്ത് നിർത്താം. ചേർത്ത് നിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. കവനൻറ്റിൻ്റെ പ്രത്യേകത, വിവാഹം കോൺട്രാക്റ്റ് അല്ല, കവനൻ്റാണ്. കവനൻറ്റ് എന്ന് പറഞ്ഞാൽ മറ്റേയാൾ അവിശ്വസ്തത കാണിച്ചാലും ഞാൻ ചേർന്ന് നിൽക്കുന്നതാണ് കവനൻറ്റ്. ഒരു പങ്കാളി തെറ്റിയാലും അയാളെ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നതാണ് ഉടമ്പടി, ദൈവിക ഉടമ്പടി. അങ്ങനെ വരുമ്പോൾ ഒന്ന് ക്ഷമിക്കണം. ദൈവത്തിൻ്റെ വലിയ കൃപ വേണം ക്ഷമിക്കാൻ. ഇങ്ങനൊരു കാര്യത്തിൽ മാരിറ്റൽ അൺഫെയ്ത്ത്ഫുൾനെസ് നിമിത്തം ഡിവോഴ്സ് ചെയ്യാൻ വരെ വചനമുണ്ട്. അത് തെറ്റല്ല, പക്ഷേ ഓപ്ഷനാണ്, നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് റെസ്റ്റോറേഷൻ പ്രോസസ്സാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറയാനാകും, ഇയാൾ വഴിതെറ്റാൻ കാരണം എന്താണ്? പലപ്പോഴും മറ്റേയാൾ തന്നെ ആയിരിക്കും. അപ്പം അതുകൂടി ഞാൻ ചേർത്ത് പറയുന്നത്, എങ്കിലേ അത് സർക്കിൾ പൂർത്തിയാവുള്ളൂ. അതിന് മെയിൻ കാരണം ഒരുപക്ഷെ ഭർത്താവിൻ്റെ ഫിസിക്കൽ നീഡ്സ്, സെക്ഷൽ നീഡ്സ് ഈ ഭാര്യ ശരിയായ രീതിയിൽ നിവർത്തിക്കുന്നുണ്ടാകണമെന്നില്ല. പല എക്സ്ക്യൂസസ് കാണും. അങ്ങനെ വരുമ്പോഴാണ് ചിലരിലൊക്കെ ചായുന്നത്. എല്ലാവർക്കും ഉണ്ടെന്നല്ല. സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിൽ ഭർത്താക്കന്മാർ അവരുടെ ഇമോഷണൽ നീഡ്സ് മീറ്റ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോഴാണ് സ്ത്രീകളും വഴിവിട്ട് പോകുന്നത്. അപ്പോൾ ഇയാൾ എന്നിൽ നിന്ന് അകന്നു പോകാൻ ഞാനൊരു കാരണമാണോ എന്നുകൂടെ വീണ്ടും സ്വീകരിക്കുമ്പോൾ ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ അതും നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഉണ്ടെന്നല്ല പറയുന്നത്, പക്ഷേ ഇത് കെയർഫുൾ ആകണം. എന്നിട്ട് റെസ്റ്റോറേഷൻ പ്രോസസ്സിൽ ക്ഷമിക്കണം. 2, ഇനി വഴി തെറ്റാതിരിക്കാൻ അടുത്ത ബന്ധം ഒരു അക്കൗണ്ടബിലിറ്റി സ്ട്രക്ചർ ഉണ്ടാക്കണം.
എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഓഫീസിൽ പോയാലും എവിടെ പോയാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ബന്ധപ്പെടുക, കോൾ ചെയ്യുക. പാസ്വേഡായിട്ട് എന്ത് ചെയ്യരുത്, ഹൈഡ് ചെയ്യരുത്. എപ്പോഴും മൊബൈൽ തുറന്നിട്ട് കൊടുക്കുക, ട്രാൻസ്പെറൻ്റായിട്ട് ജീവിക്കുക. പ്രത്യേകിച്ച് ഇങ്ങനൊരു ചരിത്രം ഉണ്ടെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു കോൾ വന്നാൽ ഹലോ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തോട്ട് പോകരുത്. ഞങ്ങളുടെ രണ്ടുപേരുടെയും മൊബൈലിൻ്റെ പാസ്വേഡ് സെയിം ആണെന്നറിയാവോ? പറയരുത് കേട്ടോ. പറഞ്ഞു കൊടുക്കുന്നില്ല, പക്ഷെ സെയിം ആണെന്ന് ഞാൻ ഇവരോട് പറയുമായിരുന്നു. അങ്ങനെ അങ്ങ് ചെയ്തോളൂ, സെയിം പാസ്വേഡ് ഇട്ട് വെക്കുക, രണ്ടുപേരും കാണട്ടെ, എന്താ കുഴപ്പം? എനിക്ക് പാസിനെ മൊബൈൽ തുറക്കാം, എൻ്റെ മൊബൈൽ പാസ്വേഡ് തുറക്കാം. അപ്പോൾ ഒന്നും ഹൈഡ് ചെയ്യാനില്ലാതെ ട്രാൻസ്പെറൻ്റായിട്ട് ആ അക്കൗണ്ടബിലിറ്റി സ്ട്രക്ചർ തുടരാമെങ്കിൽ അടുത്തത് ആവർത്തിക്കാതിരിക്കാം. In busy modern life, what are simple ways couples can stay emotionally connected? What is one habit every couple should practice daily to strengthen their bond? എൻ്റെ ഒരു മലയാളത്തിൽ കൂടി ഒന്ന് പറയാമോ? വളരെ തിരക്കേറിയ ഈ മോഡേൺ കാലഘട്ടത്തിൽ വളരെ എളുപ്പമുള്ള രീതിയിൽ എങ്ങനെയാണ് കപ്പിൾസിന് ഇമോഷണലി എപ്പോഴും കണക്റ്റഡ് ആയിരിക്കാൻ പറ്റുക? പ്രത്യേകിച്ച് രണ്ടുപേരും വർക്ക് ചെയ്യുന്ന സമയം, ചിലപ്പോൾ രണ്ടുപേരും ബിസിനസ്സിൽ ഇൻവോൾവ് ആയിരിക്കാം. അപ്പോൾ തന്നെ ഒരു പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ഒരു ഹാബിറ്റ്, ഒരു ശീലം, ഇതിനെ ചൂടോടെ സൂക്ഷിക്കാനുള്ളൊരു ശീലം എന്തായിരിക്കും? ഫസ്റ്റ് ഭയങ്കരമായിട്ട് റെഡിയാവും. വിവാഹ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കമ്മ്യൂണിക്കേഷൻ. എല്ലാവരും ഒന്ന് പറയാമോ? കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം, പരസ്പരം സംസാരിക്കുന്നതും ആശയങ്ങൾ കൈമാറുന്നതും. അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ചാപ്റ്റേഴ്സ് പാം ആൻഡ് വൈനിൽ കൊടുത്തിട്ടുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും രണ്ട് രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സ്ത്രീകൾ ഹാർട്ട് കൊണ്ടാണെങ്കിൽ പുരുഷന്മാർ ഹെഡ് കൊണ്ടാണ്. രണ്ടും രണ്ടാണ്. സ്ത്രീകൾക്കാണ് ഫീലിങ്സ് കൂടുതൽ, മറ്റേ ആൾ റാഷണലായിട്ടാണ് ചിന്തിക്കുന്നത്, ലോജിക്കായിട്ട്. അതുകൊണ്ട് തന്നെ തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ബിസി വേൾഡിൽ എല്ലാവരും തിരക്കാണ്. രാവിലെ ചോറ് കിട്ടുന്നു, ഓടുന്നു, രണ്ടുപേരും പോകുന്നു, തിരിച്ച് ലേറ്റായിട്ട് വരുന്നു, കിടക്കുന്നു, രാവിലെ ഓടുന്നു. ഇതുപോലെ ഇങ്ങനെ പോകുമ്പോൾ ബിസി ആയിട്ട്, പ്രത്യേകിച്ച് ഇന്ന് പ്രൊഫഷണലിസം എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും കരിയർ ബിൽഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ബിസിനസ് ബിൽഡ് ചെയ്യാൻ, അല്ലെങ്കിൽ മിനിസ്ട്രി ബിൽഡ് ചെയ്യാൻ ഓടുമ്പോൾ സാക്രിഫൈസ്ഡ് ആകുന്നത് പരസ്പര ബന്ധമാണ്. അതിനുവേണ്ടി സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങൾ, ദിവസവും 10 മണിക്കൂർ കൂടെ ഇരിക്കാൻ പറ്റിയില്ലെങ്കിലും 10 മിനിറ്റ് സംഭാഷണം നടത്താലോ. 10 മിനിറ്റ് നേരിട്ടോ അല്ലാതെയോ അങ്ങോട്ടും ഇങ്ങോട്ടും ചെക്ക് ചെയ്യുക, എങ്ങനെയുണ്ട്, ഭക്ഷണം കഴിച്ചോ. ഉച്ചയ്ക്ക് ഭർത്താവിൽ നിന്നൊരു മെസ്സേജ് വരുവാണ് ഭാര്യയ്ക്ക്, ഡിഡ് യു ഹാവ് ലഞ്ച്? നീ ഭക്ഷണം കഴിച്ചോ? മതി. എന്നാലും എന്നെ ഓർത്തല്ലോ, ഞാൻ കഴിച്ചോ എന്ന് ചിന്തിച്ച്, ഇത്രയും മതി. ബെൻസ് കാറൊന്നും മേടിക്കണ്ട. ഈ ഒരു മെസ്സേജ് മതി ഒരു സ്ത്രീയെ സമനിലക്ക് നിർത്താൻ. ഇതാണ് പുരുഷൻ അറിയാത്തത്. ഇത്രയും വളർന്നില്ല, തന്നെ തിന്നൂല്ലേ? അത് എനിക്ക് കുക്ക് ചെയ്ത് തരാന്നുണ്ടെങ്കിൽ തന്നെ അവൾ തിന്നോളും. ഞാനെന്തിനാ അത് ചോദിക്കണേ? ആ സമയം ലഞ്ച് ബ്രേക്കിന് അവൾ കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ അതല്ല ഇവിടുത്തെ വിഷയം. വൈകിട്ട് ഏതെങ്കിലും ബുദ്ധിമുട്ടിലിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ ഈ റിലേഷൻഷിപ്പ് ലൈവായി നിർത്താൻ പറ്റും. അതിനുവേണ്ടി 3 മാസം ഒറ്റയടിക്ക് വെക്കേഷന് പോകേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ ദിവസവും ചില മിനിറ്റുകളെങ്കിലും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ തന്നെ കാര്യം. പക്ഷെ പലപ്പോഴും ബിസി ഇതിലോട്ട് കേൾക്കുമ്പോൾ കോൾ പോലും എടുക്കില്ല, ഇല്ലേ? സാധാരണ ഭാര്യയുടെ ഇതാണെന്നുണ്ടെങ്കിൽ. പക്ഷെ വിവാഹത്തിന് മുമ്പ് അങ്ങനെയായിരുന്നില്ല. വെയിറ്റ് ചെയ്യോൾ രാത്രി മൊത്തം. ജിയോ ഇറങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ ലവ് അഫെയേഴ്സ് ഈ ഇന്ത്യയിലുണ്ടായെന്ന് പറഞ്ഞു. ജിയോയുടെ ഒരു സാധനം ഇറങ്ങിയില്ലേ, ആ സമയത്ത് നൈറ്റ് ഫുൾ, കാരണം ഫ്രീ ആയിരുന്നു. പക്ഷെ അതിനുശേഷം അതേ ജിയോ കയ്യിലുണ്ടെങ്കിലും എടുക്കാറില്ല. ഇത് മാറ്റിയാൽ, കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്താൽ തന്നെ റിലേഷൻഷിപ്പിനെ ബിൽഡ് ചെയ്ത് നിർത്താൻ പറ്റും. അതിൻ്റെ കൂടെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, സ്നേഹപ്രകടനങ്ങൾ എല്ലാ ദിവസവും സ്നേഹപ്രകടനങ്ങൾ നടത്തുക. അത് ഈ ലൈഫ് കുറേയും കൂടി എൻജോയബിളായിട്ടും എന്താ പറയുക, മധുരതരമായിട്ടൊക്കെ മാറും. അപ്പോൾ സ്നേഹപ്രകടനത്തിൻ്റെ മെയിൻ സാധനമാണ് ചുംബിക്കുക, കെട്ടിപ്പിടിക്കുക. ഇതിനകത്ത് ഒരു പിശുക്കും കാണിക്കാതിരിക്കുക. നമ്മുടെ സമൂഹവും മറ്റുമൊക്കെ പലതുമൊക്കെ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ആ ഒരു നാണക്കേട് കാണിക്കാതിരിക്കുക. കല്യാണം ഈ അടുത്ത കാലത്ത് കഴിഞ്ഞിട്ടുള്ള പിള്ളേരുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറയുന്നത്, നിങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെ മുമ്പിൽ നിന്നിട്ട് അങ്ങോട്ട് ഇതിനെ ഉമ്മ വെച്ച് കെട്ടിപ്പിടിച്ചേക്കണം. പിന്നെ അതോടുകൂടെ എല്ലാ പ്രശ്നവും തകർന്ന് സെറ്റായിക്കോളും.
അപ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അത് ആ ബൗണ്ടറി ഭയങ്കര ക്ലിയർ ആവും. ഇത് ഞങ്ങളുടെ ലോകം, ഇത് ഞങ്ങളുടെ ലോകം എന്ന് പറഞ്ഞ പിള്ളേരുടെ ഒരു പരസ്യം ഉണ്ടല്ലോ, രസ്നയുടെ പരസ്യം എന്തുകൊണ്ടുമാണ് ഇത് ഞങ്ങളുടെ ഏരിയ എന്ന് പറയുന്ന പോലെ. അപ്പോൾ അത് വളരെ, അപ്പോൾ ആ സ്നേഹപ്രകടനം, ഹഗ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇപ്പോൾ പാസ്റ്റർ നേരത്തെ പറഞ്ഞ മെസ്സേജ് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ മാരേജ് അല്ലെങ്കിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഇഷ്ടംമാരെ ഇമോജീസ്, എന്തോ ഒരു ഇമോജീസാണ് വാട്സപ്പിൽ സെറ്റായിട്ട് കിടക്കുന്നത്. ഇത്തരത്തിലുള്ള ഇമോജീസൊക്കെ നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ഒരു അപ്രീസിയേഷൻ കൾച്ചർ നമ്മൾ ഭയങ്കരമായിട്ട് ബിൽഡ് ചെയ്യുക. എല്ലാ ദിവസവും പ്രാക്ടിക്കലായിട്ട് പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു കാര്യം അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് പറയുന്നത് ഞങ്ങൾ പോലും അത്രയും വലിയ മിടുക്കരൊന്നുമല്ല ഈ കാര്യത്തിൽ. അപ്പം വേറൊരു തലമുറയിൽ നിന്നിട്ടാണ് ഇത് പറയുന്നത്, എനിക്കതറിയാം. എങ്കിലും ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളും എല്ലാം ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, എല്ലാ ദിവസവും ഇത് സ്ത്രീകൾക്കും ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നു, പുരുഷന്മാർക്കും ഇത് ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. ഒരു അപ്രീസിയേഷൻ വേർഡ് വായ കൊണ്ട് പറയാൻ മാക്സിമം ശ്രമിക്കുക, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടെങ്കിലും എന്താ ഇന്ന് നീ ഇത് തന്നു വിട്ടത് നന്ന്, ഇത് ഇങ്ങനെ ചെയ്തത് നന്നായി, ഇത് ഇങ്ങനെ ആയത് നന്നായി, ഒരു അപ്രീസിയേഷൻ വേർഡ് കൂടെ കൊടുക്കുകയാണെങ്കിൽ കുടുംബജീവിതം കുറേയും കൂടെ മധുരതരമായിരിക്കും. അതിൻ്റെ കൂട്ടത്തിലൊരു കാര്യം പറയാം, ഈ ഭയങ്കരമായിട്ട് ചെക്ക് ചെയ്തിട്ട് ഇമോജീസൊക്കെ അയക്കുകയും ഇതെല്ലാം ഭയങ്കരമായിട്ട് എല്ലാം നോക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നത് ഞങ്ങളുടെ ഫാമിലിയിൽ ആരാണെന്ന് പറയട്ടെ, ഈ ഞാനല്ല, പാസ്റ്ററാണ്. പാസ്റ്റർ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചപ്പോൾ ഭയങ്കരമായിട്ട് അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉച്ചയ്ക്ക് കഴിച്ചോ, ഇങ്ങനെയായോ, എവിടെ എത്തി, എങ്ങനെയായി, ലവ് ചിഹ്നം, ഇതെല്ലാം വരുന്നത് നിങ്ങൾ വിശ്വസിക്കില്ലായിരിക്കും, പക്ഷെ അത് പാസ്റ്റിൻ്റെ ഭാഗത്തു നിന്നാണ് വരുന്നത്. താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്കും ജീവിക്കണ്ടേ. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് വൺ തിങ് പാസ്റ്റർ സ്റ്റിൽ ഡസ് ലൈക്ക് എ ന്യൂലി മാരീഡ് ഹസ്ബൻഡ്? 29 years അപ്പോൾ സംതിങ് ദാറ്റ് ഹി ഡസ്. ഇങ്ങോട്ടല്ലേ ചോദ്യം? മലയാളത്തിലൂടെ 29 വർഷങ്ങളായെങ്കിലും വിവാഹം കഴിഞ്ഞ നാൾ പോലെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ലൈക്ക് എ ന്യൂലി മാരീഡ് ഹസ്ബൻഡ്, ഒരു പുതിയ ഇപ്പോഴും വിവാഹം കഴിഞ്ഞിട്ടുള്ളൂ എന്ന രീതിയിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ ആ രീതിയിലൊരു ശീലമോ എന്തെങ്കിലും കാര്യമോ എന്താണെന്ന് ചോദിക്കുന്നത്. എന്നോടല്ലല്ലോ, ഇവിടെ അല്ലേ ചോദിക്കുന്നത്? പാസ്റ്ററോട് ചോദിക്കുന്നതായിരിക്കും. ചോദിച്ചത് പാസ്. ഓക്കെ, ഇപ്പോഴും ചെയ്യുന്ന എന്ത് സംഭവമാണ്? നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, അല്ല അങ്ങനെയുള്ളതെല്ലാം ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോഴും ചെയ്യുന്ന സംഭവം എന്താണ്? ആദ്യം ഒരു ക്ലൂ തന്നേക്കായിരുന്നില്ല ഇത് തുടങ്ങണതിന് മുമ്പ്? എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ട് വരില്ലായിരുന്നു? എനിക്ക് പറയാമോ? അത് പറയാല്ലേ? പരസ്യമായിട്ട് പറയാൻ കൊള്ളാമെന്നാണ് എനിക്കറിയില്ല. ഞങ്ങൾ ചെവി അടച്ചു പിടിച്ചേക്കാം. അതെ, ഇപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം, ഞങ്ങൾ രണ്ടുപേരുമാണ് കാറിലിരിക്കുന്നെങ്കിൽ എന്താ പറയുക, പണ്ട് ബൈക്കിലുണ്ടായിരുന്ന പോലെ തന്നെ നമ്മുടെ ഗിയർ ഉണ്ടല്ലോ, ആ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന ഗിയർ ഉണ്ടല്ലോ, ആ ഗിയറിൻ്റെ സാധനത്തിൽ സാധാരണ എൻ്റെ കൈ എടുത്ത് വെച്ചിട്ട് സാധാരണ പാസ്റ്ററിൻ്റെ കൈ എടുത്ത് വെക്കും. അത് എനിക്കൊന്നൊരു 29 വർഷമായിട്ട് ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നതിൽ ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഓർമ്മശക്തി ഇവിടെയാണ്, ഓർമ്മശക്തി ശരിയാണ്. ഇപ്പൊ ഈ രണ്ട് കൈ ചേർത്ത് പിടിച്ചേക്കും. അതെ, ഇങ്ങനെ ഇടണം, എന്നാലും ഒരു സമാധാനമുള്ളൂ. എന്താണെന്ന് അറിയാൻ പാടില്ല. എൻ്റെ കൈയും കൂടി ഇത് തന്നെ ഫാമിലിയില്ല, എൻ്റെ കൈ വേദന എടുത്താലും കുഴപ്പമില്ല. അപ്പൊ മനസ്സിലായാലും ആരാ ഗിയർ ഇടുന്നുള്ളത്. ഇത് അതുകൊണ്ടല്ല, ചാടി പോകാതിരിക്കാൻ പിടിച്ചേക്കുവാ. ഞങ്ങള് കുറെ തമാശ പറഞ്ഞോട്ടെ, യാഥാർത്ഥ്യം ഇത് തന്നെയാണ്. ഇനി വേറെ വലിയ ഓർമ്മശക്തിയാണ്. ഇത്രയൊന്നും ഓർമ്മ എനിക്കില്ല. അടുത്തൊരു ചോദ്യം ബിലീവറായിട്ടുള്ള ഒരാൾ, വിശ്വാസിയായിട്ടുള്ളവർ ചോദിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ ചർച്ചിൽ വരുന്ന ഒരു കപ്പിൾ, ഇനി ചോദ്യം ചോദിച്ച ആൾ തന്നെയാണ് നമുക്കറിയില്ല, എനിക്ക് വേണ്ടിയല്ല വേറൊരാൾക്ക് വേണ്ടി എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. അവർ മാസത്തിൽ ഇടയ്ക്കൊക്കെ ചർച്ചിൽ വരാറുള്ളൂ, പക്ഷേ ചർച്ചിൽ വന്നാൽ ഇവർ തമ്മിൽ മിണ്ടുന്നില്ല, പക്ഷേ ചർച്ചിൽ വരുന്നു. ഞങ്ങൾ ഒത്തിരി തവണ അത് അവരുമായി കോംപ്രമൈസ് ചെയ്യാനൊക്കെ ശ്രമിച്ചു, നടക്കുന്നില്ല. പക്ഷേ അവർ ചർച്ചിൽ വരുന്നു, ആരാധനയ്ക്ക് പങ്കെടുക്കുന്നു, ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിക്കുമെന്ന് പറഞ്ഞ് രണ്ട് വഴിക്ക് തന്നെ തിരികെ പോവുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരെ ഞങ്ങൾക്ക് എങ്ങനെ പരിഹാരത്തിലേക്ക് കൊണ്ടുവരാം, ഒരുമയിലേക്ക് കൊണ്ടുവരാം എന്നൊരു ചോദ്യം കൂടി വന്നിട്ടുണ്ട്. ഇവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കൂട്ടുവിശ്വാസികൾ എന്ത് ചെയ്യണം? ചോദ്യം ആരോടാണ്? പാസ്റ്ററോട്. ഇതിപ്പോൾ ഞാനല്ലേ ഉത്തരം പറഞ്ഞേ. ഇത് കേട്ടപ്പോൾ തിരുവനന്തപുരം ബ്ലെസ്സിംഗ് സെൻ്റർ ഇറക്കിയ ഒരു റീലാണ് ഓർമ്മയിൽ വരുന്നത്. അവരല്ല ഇതിൻ്റെ കഥാപാത്രങ്ങൾ.
അവരല്ല. ഇനി ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് നിങ്ങളാണോ എന്ന് ചോദിക്കരുത്, അവരല്ല. ദാറ്റ് വാസ് എ ഗുഡ് റീൽ, ദാറ്റ് വാസ് എ വെരി ഗുഡ് റീൽ. ഹാപ്പി ഹോംസിന് വേണ്ടി ഇറക്കിയ ഒരു റീലുണ്ട്, അടിക്കേ. ദാറ്റ് വാസ് വെരി ഗുഡ്. സഭയിൽ വരുമ്പോൾ ഇതുപോലെ അകൽച്ചയുള്ള ചിലർ അടുത്ത് നിൽക്കില്ല, അടുത്ത് നിന്നാലും കൈ പിടിക്കാൻ നേരത്ത് തട്ടിക്കളയും. കൈ കൊടുക്കാൻ പറയുമ്പോൾ കൈ കൊടുക്കില്ല, കാരണം മാനസികമായി അകന്നിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഈ പറഞ്ഞ കോണ്ടെക്സ്റ്റിൽ മാസത്തിൽ ഒന്നെന്തേ വരുള്ളൂ, അല്ലേ? അങ്ങനെയല്ലേ? ഇടയ്ക്കേ വരുന്നുള്ളൂ. ഇതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം ആക്ച്വലി ആ ദമ്പതികൾക്കാണോ വേണ്ടത്, അതോ ഇവരെ റെക്കൺസീൽ ചെയ്യാൻ ശ്രമിക്കുന്ന ശുശ്രൂഷകനാണോ, അല്ലെങ്കിൽ ആ വ്യക്തിക്കാണോ വേണ്ടത്? ഈ കൂട്ടുവിശ്വാസികൾക്ക് അത് കണ്ടു നിൽക്കുക, എന്ത് ചെയ്യണമെന്നറിയില്ല, ലീഡേഴ്സ് അല്ലെങ്കിൽ ചർച്ച് മെമ്പേഴ്സ് എന്നുള്ള നിലയിൽ നമ്മൾ എന്ത് നിലപാടെടുക്കണം? യെസ്, ഇതിൽ പറയുന്നതനുസരിച്ച് കുറേ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്, അല്ലേ? എന്നിട്ടും അത് ശരിയാകുന്നില്ല. ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാം. വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പലപ്പോഴും നമ്മളോട് വന്ന് അവതരിപ്പിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അതായിരിക്കണമെന്നില്ല യഥാർത്ഥ പ്രശ്നം, അതവർ പറയില്ല. ഒരു പക്ഷേ ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പാണ്, അതുകൊണ്ടായിരിക്കും ഇവർ അകന്നു പോയത്. മനസ്സിലായോ? പലതും ഡോർമൻ്റായി കിടക്കുന്നുണ്ടായിരിക്കും. പ്രത്യേകിച്ച് സെക്ഷൽ ലൈഫിലുള്ള പ്രോബ്ലംസ് സാധാരണ രീതിയിൽ തുറന്ന് പറയില്ല. ദൈവദാസനോട്, ദൈവദാസിയോട്, കൂട്ടുവിശ്വാസികളോട് പറഞ്ഞാൽ അത് നാട്ടിൽ പാട്ടാവും എന്നുള്ള പേടി കൊണ്ട് പറയില്ല. കൗൺസിലേഴ്സിൻ്റെ അടുത്ത് കോൺഫിഡൻഷ്യലാണെന്ന് ഉറപ്പ് കൊടുത്താൽ പോലും പറയില്ല. അത് നാണക്കേടല്ലേ? പക്ഷെ മിക്കവാറും കേസുകളിലെ പ്രശ്നം അന്തർലീനമായിരിക്കുന്നത് അതാകാം. സാമ്പത്തിക വിഷയങ്ങളാകാം, വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്സ് ആകാം. ഇവിടെ എനിക്ക് തരാനുള്ള പല ഓപ്ഷൻസാണ്. ഒന്ന്, രണ്ടുപേരെയും ചേർത്ത് നിർത്ത് സംസാരിക്കാതെ ഇൻഡിവിജ്വലി ആദ്യം കൈകാര്യം ചെയ്യുക. ഒരാളെ മാത്രം എടുത്ത് ശരിക്കും വിശ്വാസം ബിൽഡ് ചെയ്തിട്ട്. കണക്ഷൻ ബിഫോർ കറക്ഷൻ എന്ന് പറഞ്ഞേ. കണക്ഷൻ ബിഫോർ കറക്ഷൻ എഴുതി വെക്കണം. കണക്ഷൻ ബിഫോർ കറക്ഷൻ. അതായത് ഒരു തെറ്റ് തിരുത്തുന്നതിന് മുൻപ് ആദ്യം ഒരു ബന്ധം സ്ഥാപിക്കണം. എങ്കിൽ മാത്രമേ അവർ ഓപ്പൺ അപ്പ് ചെയ്യുള്ളൂ. ആ ഒരു കാര്യം ആദ്യം ബിൽഡ് ചെയ്യണം. അത് ഒരുപക്ഷെ ശുശ്രൂഷകൻ്റെ ഭാര്യ ആ ലേഡിയോടും ശുശ്രൂഷകൻ അയാളോടും ഇൻഡിവിജ്വലി ട്രീറ്റ് ചെയ്യുക. എന്നിട്ട് യഥാർത്ഥ പ്രശ്നം ഡിഗ് ചെയ്ത് പുറത്തെടുക്കുക. രണ്ടുപേരെയും അതുപോലെ കുറേ നാൾ കൊണ്ടു നടന്ന ശേഷം ഒരുമിച്ച് കൊണ്ടുവരിക. ആദ്യം ഒരുമിച്ച് ഇരുത്തരുത്. ആദ്യ നാളുകളിൽ ചില കൗൺസിലിങ്ങിന് ഞാൻ ചിലരെ ആദ്യമായിട്ട് ഒരുമിച്ചിരുത്തി. പെട്ടെന്ന് തീരുമല്ലോ എന്ന് വിചാരിച്ചിരുത്തിയതാണ്. എൻ്റെ ടേബിളിന് മുമ്പിൽ രണ്ടുപേരും കൂടെ എഴുന്നേറ്റ് അടിക്കാൻ, ഭാര്യ ഭർത്താവിനെ അടിക്കാൻ പോകുന്നു, തിരിച്ചടിക്കാൻ പോകുന്നു, ഞാൻ അതിൻ്റെ നടുവിൽ. അപ്പം അതുകൊണ്ട് കുറേയൊക്കെ ശമിപ്പിച്ച ശേഷം മാത്രം ഇതിനെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവരാവൂ. അത് നിങ്ങളുടെ ജീവരക്ഷയ്ക്ക് നല്ലതാണ്. അപ്പം അതുകൊണ്ട് ഈ രണ്ട് രീതിയിൽ പണിത ശേഷം യഥാർത്ഥ കാര്യം കണ്ടുപിടിച്ചാൽ ഒരുപക്ഷെ നമുക്കവരെ രക്ഷപ്പെടുത്താൻ കഴിയും. ഇത് കൂടാതെ ഡീപ്പർ ലെവൽ കൗൺസിലിങ്ങുകളോ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ യഥാർത്ഥ പ്രശ്നം ഡിഗ് ചെയ്തെടുത്താൽ തന്നെ അടുത്ത ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനകത്ത് ഒരു കാര്യം കൂടെ, രണ്ട് കാര്യം കൂടെ. നിങ്ങൾക്ക് നിങ്ങളുടെ പരിധി മനസ്സിലാക്കാൻ, ഇപ്പം ഞാനൊരു സ്പിരിച്വൽ ലീഡർ ആയതുകൊണ്ട് എനിക്കറിയാം നമ്മുടെ മുന്നിൽ വരുന്ന കൗൺസിലിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്കൊരു പരിധി ഉണ്ടെന്ന് എല്ലാ ലീഡേഴ്സും ഈ ഒരു കാര്യത്തിൽ നിൽക്കുന്ന, ശരിയാക്കാൻ വേണ്ടി നിൽക്കുന്ന എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം. വി ആർ നോട്ട് എ റെസ്ക്യൂവർ, വി ആർ ജസ്റ്റ് സപ്പോർട്ടേഴ്സ് എന്ന് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇവരെ രക്ഷിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല, അത് കർത്താവിന് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങൾ സപ്പോർട്ടേഴ്സ് മാത്രമാണ്. അപ്പോൾ ആ സപ്പോർട്ട് ചെയ്യാനായിട്ട് എന്താണ്, സ്പിരിച്വൽ സൈഡിൽ നിന്നാണ് നമുക്ക് പ്രാർത്ഥന തുടങ്ങിയുള്ള സപ്പോർട്ടിങ് രീതിയാണ് നമുക്ക് കൂടുതലായിട്ട് കൊടുക്കാനുള്ളത്. അത് മാത്രമല്ല, ഇത്തരം രണ്ട് വ്യക്തികളും നമുക്ക് വേണ്ടപ്പെട്ടവരായിരിക്കും ചർച്ചിൽ. നമ്മൾ അതുകൊണ്ടൊരു ന്യൂട്രൽ നിലപാട് ഒരു പരിധിവരെ നമ്മൾ കൈക്കൊള്ളണം. അല്ലെങ്കിൽ ഈ രണ്ട് വ്യക്തികളും ചർച്ചിൽ നിന്ന് നഷ്ടമായി പോവുകയും അവരൊരിക്കലും ഒരു സഭയിലും പോകാത്ത രീതിയിലായി പോവുകയും ചെയ്യും. അപ്പോൾ ഇത് ഞങ്ങളെപ്പോലെ ഈ ശുശ്രൂഷയിൽ നിൽക്കുന്ന ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ചാലഞ്ചാണ് ഈ ന്യൂട്രലായിട്ട് നിൽക്കുക എന്ന് പറയുന്നത്. കാരണം ചിലപ്പോൾ രണ്ടുപേരുടെയും പ്രശ്നം നമ്മൾ അറിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ന്യൂട്രലായിട്ട് നിന്നുകൊണ്ട് അവർക്ക് എന്താ പറയുക, ഡിസിഷൻ എടുക്കാനുള്ള ചോയ്സ് അവരുടേതാണ്, ഡിസിഷൻ മേക്കിംഗ് അവരുടേതാണ് എന്ന നിലയിൽ ന്യൂട്രലായിട്ട് നിന്നുകൊണ്ട്, സപ്പോർട്ടറായിട്ട് നിന്നുകൊണ്ട് നമ്മൾ നിൽക്കുകയാണ്. സഭ ചെയ്യേണ്ട ഒരു വളരെ സഭ
അതിലെ നേതൃത്വം ചെയ്യേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഓരോ ഇൻഡിവിജ്വലിനും അവരുടേതായ മാന്യതയും അവരുടേതായ ചിന്താഗതിയും അവർ വില കൊടുക്കുന്ന രീതികളൊക്കെ ഉണ്ട്. അത് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതിനെ മാനിച്ചുകൊണ്ട് സഭയുടെ നേതൃത്വം എപ്പോഴും ആ ഒരു ന്യൂട്രൽ സ്റ്റാൻഡിൽ, അപ്പോൾ തന്നെ സപ്പോർട്ടർ എന്ന് പറയുന്ന സ്റ്റാൻഡിൽ, റെസ്ക്യൂവർ അല്ല എന്ന് പറയുന്ന തോന്നലിൽ പ്രാർത്ഥനയോടുകൂടെ ഈ കാര്യത്തിന് അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ചിലപ്പോൾ ഇന്നല്ല ആ മാറ്റം വരുന്നത്, പ്രാർത്ഥനയിൽ ഇത് കൊടുത്തുകൊണ്ടിരുന്നാൽ, അതിനോട് എല്ലാ സപ്പോർട്ടും നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ ആഴ്ചകൾക്കുള്ളിൽ, മാസങ്ങൾക്കുള്ളിൽ, വർഷങ്ങൾക്കുള്ളിൽ അവർ ആര് കണ്ടു നാളുകളിൽ ശക്തരായിട്ടുള്ള ശുശ്രൂഷകന്മാരായിട്ട് മാറ്റപ്പെടും. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അങ്ങനെ പലരെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ക്ഷമയോടുകൂടെ അവർക്ക് വേണ്ടി കാത്തിരിക്കാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനുമുള്ള ഒരു ആവശ്യകത ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ തന്നെ അടുത്തൊരു ചോദ്യം വന്നിരിക്കുന്നത്, ബൈബിളിൽ പറയുന്നുണ്ട് സ്ത്രീയും പുരുഷനും തുല്യരാണെന്നുള്ള വചനങ്ങളുണ്ട് അല്ലേ? നമ്മൾ പഠിപ്പിക്കാറുണ്ട്, പാസ്റ്ററും നമ്മുടെ ബുക്കിലെല്ലാം അതുണ്ട്. പക്ഷെ അപ്പോൾ തന്നെ സ്ത്രീ പുരുഷന് കീഴ്പ്പെട്ടിരിക്കണം, അല്ലെങ്കിൽ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കണം എന്നുകൊണ്ട് ഈ രണ്ട് വചനങ്ങളും എങ്ങനെയാണ് ഒരു ബാലൻസിൽ പോകുന്നത്? അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ലൈഫിൽ ഇതെങ്ങനെ ശരിയാവും? ഈക്വലാണെന്നൊരു വചനം പറയുന്നു, അപ്പോൾ തന്നെ കീഴ്പ്പെട്ടിരിക്കണമെന്നും പറയുന്നു. അയ്യോ, അത് നല്ലത് പാസ്റ്റർ തന്നെ പറയാനായിരിക്കും. ആര് പറയണം? നിങ്ങൾ ആര് പറയണം? പാസ്റ്റർ പറയണം, പാസ്റ്റർ പറയണം, പാസ്റ്റർ പറയണം, പാസ്റ്റർ പറയണം. നിങ്ങളാരും പറയണില്ലേ? ഈ ഞാൻ കഴിയുമ്പോൾ ഇച്ചിരി എന്തെങ്കിലും ഒന്ന് പറയാം എനിക്ക് പറ്റുന്നത്. എനിക്ക് തോന്നുന്നു സെഷൻ എടുത്ത സമയത്ത് ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ടച്ച് ചെയ്തായിരുന്നു ഓൾറെഡി. പിന്നെ പാസ്റ്ററിൻ്റെ സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞ കാര്യത്തിലും ആ ഒരു പോഡ്കാസ്റ്റിലും ശക്തമായിട്ട് ഇത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പാസ്റ്റർ പറയണം എന്ന് പറഞ്ഞത്. പാസ്റ്റർ അത് നല്ലോണം വളരെ കൃത്യമായി. ഇത്രയേ ഉള്ളൂ. സ്ത്രീകളും പുരുഷന്മാരും ദൈവസന്നിധിയിൽ ചില കാര്യങ്ങളിൽ തുല്യരാണ്. ഒന്ന്, സാൽവേഷൻ, രക്ഷയുടെ കാര്യത്തിൽ സ്ത്രീകളും പുരുഷന്മാർക്കും ഒരേ രക്ഷയാണ്. ഒരേ യേശു, ഒരേ രക്ഷകൻ മരിച്ചു. വാല്യൂ ആർക്കാണ്? പുരുഷന് കൂടുതൽ മൂല്യമുണ്ടോ, ദൈവം വിലയുണ്ടോ? നോ, രണ്ടുപേരും തുല്യരാണ്. ഡിഗ്നിറ്റി, രണ്ടുപേരും തുല്യമാണ്. ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും രണ്ടുപേരിലുമുണ്ട്. ഹലോ, സ്ത്രീയിലും പുരുഷനിലും ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യമുണ്ട്. ഈ നിലകളിലെല്ലാം സ്ത്രീയും പുരുഷനും തുല്യരാണ്. എല്ലാവരും ഇങ്ങനെ പിടിക്കുക, ഭാര്യയും ഭർത്താവും ഇങ്ങനെ പിടിക്കുക. പറഞ്ഞു, സ്ത്രീയും പുരുഷനും തുല്യരാണ്. എന്തിൽ? വാല്യൂ, ഡിഗ്നിറ്റി, ബെയറിങ് ദി ഇമേജ് ഓഫ് ഗോഡ്, സാൽവേഷൻ, ഇതിലെല്ലാം തുല്യരാണ്. വ്യത്യാസം വരുന്നത് എവിടെയാണ്? വിവാഹ ജീവിതത്തിനകത്തേക്ക് വരുമ്പോഴുള്ള റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അതിന് മലയാളത്തിൽ എങ്ങനെ പറയാം? ഉത്തരവാദിത്തങ്ങളും കടമകളും. അതിലേ വ്യത്യാസമുള്ളൂ. പിന്നെ ഞാൻ സാധാരണ എപ്പോഴും പറയാനുള്ളൊരു കാര്യം ഓർക്കുക, രണ്ട് പേർ ചേർന്നാൽ ഒരു ടീമായി ഇങ്ങനെ പിടിക്കുക. ടീം. എൻ്റെ ഭാര്യയുടെ ഭർത്താവിൻ്റെ മുഖത്തൊക്കെ നോക്കിയിട്ട് പറയുക, വി ആർ എ ടീം. ഒരു ടീമാണ്. എവറി ടീം ഷുഡ് ഹാവ് എ ക്യാപ്റ്റൻ, ഒരു ലീഡർ. ടീമാണോ അതിനൊരു ലീഡർ ഉണ്ടായിരിക്കും. കോർപ്പറേറ്റ് ഓഫീസിൽ ടീൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അല്ലേ സാർ, ടീം ലീഡർ. എല്ലായിടത്തും ടീം ലീഡേഴ്സ് ഉണ്ട്. ടീം ലീഡർ എല്ലാ ഓഫീസുകളിലും, കോർപ്പറേറ്റ് ഓഫീസിൽ ടീം ലീഡർ. ടീമുണ്ടോ? ലീഡർ ഉണ്ടാവും. ലീഡർ മറ്റേ ആളേക്കാൾ വലിയ ആളാണോ? നോ, സെയിം ഹ്യൂമൻ ബീയിങ് അല്ലേ രണ്ടുപേരും. ആ രീതിയിൽ തുല്യരാണ്. പക്ഷേ ഉത്തരവാദിത്തങ്ങളിലും കടമകളിലും ആൾ മുകളിലാണ്. ദൈവം അങ്ങ് തീരുമാനിച്ചു, കുടുംബം എന്ന ടീമിൽ പുരുഷനായിരിക്കും ലീഡർ. അതെന്തുകൊണ്ടെന്ന് എന്നോട് ചോദിക്കരുത്, ദൈവമാണ് തീരുമാനിച്ചത്. കാരണങ്ങളുണ്ട്. ഫിസിക്കലി, മെൻ്റലി, ഏത് രീതിയിൽ, എൻ്റെ അനാറ്റമി, ഫിസിയോളജി തുടങ്ങി സകലവും എടുത്താൽ പുരുഷന് അതിനായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഉദാഹരണത്തിന്, ഒരു മരണവാർത്ത അറിഞ്ഞാൽ ഒരു പുരുഷനും സ്ത്രീയും എങ്ങനെയായിരിക്കും അതിനെ കാണുന്നത്? അപ്പം മരിച്ചു എന്ന വാർത്ത അറിഞ്ഞാൽ ദാ കിടക്കുന്നു. ഭാര്യ താഴെ കിടപ്പുണ്ടായിരിക്കും. വെള്ളം തെളിക്കുന്ന ആരായിരിക്കും? ഭർത്താവായിരിക്കും. ആ സമയത്ത് ടാക്സി വിളിക്കണോ, ആളെ വിളിക്കണോ, എങ്ങനെ പോകണമെന്നുള്ളതെല്ലാം അറേഞ്ച് ചെയ്യുന്ന ആരായിരിക്കും? അപ്പോൾ അയാൾക്കേ അങ്ങനെ നിൽക്കാൻ പറ്റൂ. തിരിച്ചും കാണും കേട്ടോ ചില വീട്ടിൽ. ചിലപ്പോൾ ഭാര്യ ആയിരിക്കും വെള്ളം തെളിക്കുന്നത്. സാധാരണ രീതിയിൽ പുരുഷനായിരിക്കും. അതുകൊണ്ടായിരിക്കാം ദൈവം പറയുന്നത് പുരുഷനായിരിക്കട്ടെ അതിൻ്റെ ശിരസ്, ഹെഡ്ഷിപ്പ്. എന്നതുകൊണ്ട് ഇയാൾ ദൈവസന്നിധിയിൽ വലിയ ആളാണോ? നോ, ഒരേപോലെയാണ്. റോളാണ് മാറിയത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ തൃത്വം.
നമ്മൾ മനസ്സിലാക്കിയ ഏക സത്യ ദൈവത്തിൽ 3 ആളുകളുണ്ട്. പേര് പറ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പക്ഷെ ബൈബിൾ മൊത്തം വായിക്കുമ്പോൾ ഒരാൾക്ക് എപ്പോഴും അവിടെ മുൻതൂക്കം കാണുന്നുണ്ട്. ആരാണത്? പിതാവായ ദൈവം. ഈ ട്രിനിറ്റിയുടെ ഗോഡ് ഹെഡിൻ്റെ ഹെഡ് പിതാവാണ്. യേശു, അതുകൊണ്ടാണ് ഒത്തിരി പേർക്ക് തെറ്റിദ്ധാരണ ഉണ്ടായത്. യേശു ഒരു ചെറിയ ദൈവമാണെന്ന് ഒത്തിരി ഫോൾസ് ഡോക്ട്രിൻസ് വരാൻ കാരണം റോൾ ചേഞ്ചാണ്. പരിശുദ്ധാത്മാവ് അതിനേക്കാൾ ചെറുതുപോലെ നമുക്ക് തോന്നിപ്പോവും. അങ്ങനെയല്ല, 3 പേരും തുല്യരാണ്, 3 പേരും നിത്യരാണ്, 3 പേരും സർവശക്തരാണ്, 3 പേരും സർവജ്ഞാനികളാണ്, 3 പേരും സർവ്വവ്യാപികളാണ്. പക്ഷേ റോളുകൾ മാറി. 3 പേരുള്ളത് കൊണ്ട് ഒരാൾ ക്യാപ്റ്റനായി, പിതാവായ ദൈവം. രണ്ടാമത്തെ ആൾ സെക്കൻഡ് വൺ, സൺ ഓഫ് ഗോഡ്, അവിടെ നിന്നു. പരിശുദ്ധാത്മാവ് എൻ്റെ താഴെ നിന്നു. എന്തുകൊണ്ട്? ഒരു ടീമായതുകൊണ്ട്. പക്ഷേ എല്ലാവരും ദൈവമാണ്. ഈ 3 പേരും ദൈവമാണ്. ഇത്രയും മാത്രമേ ഉള്ളൂ അതിൻ്റെ കാര്യം. ഗലാത്യ ലേഖനം 3:28 വായിച്ചു നോക്കണം. എഫെസ്യ ലേഖനം 5:21 മുതൽ താഴേക്കുള്ള വചനങ്ങൾ വായിക്കണം. അവിടെയാണ് ആ റോൾ ചേഞ്ചും കാര്യങ്ങളും കൃത്യമായിട്ട് തുല്യരാണെന്നും റോളുകളിൽ വ്യത്യാസമുണ്ടെന്നും മാത്രം പറഞ്ഞിരിക്കുന്നത്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ വലിയ പ്രശ്നം സബ്മിഷനാണ്. ഇവിടുത്തെ എല്ലാത്തിൻ്റെ വിഷയം ഭാര്യ ഭർത്താവിനെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കണം. ഒത്തിരി വിവാഹങ്ങളിൽ ലേറ്റ്ലി ഞാൻ നിന്നെ അനുസരിച്ചോളാം, കീഴ്പ്പെട്ടിരുന്നോളാം എന്നുള്ള ഭാഗം വിവാഹ ഉടമ്പടിയിൽ മുറിച്ചു കളയുന്നു ഇപ്പോഴത്തെ കോൺസെപ്റ്റ് അനുസരിച്ച്. പക്ഷേ ക്രൈസ്തവ വിവാഹമല്ലാതെ ഡയന രാജകുമാരിയെ കുറിച്ച് അങ്ങനെ പറയുന്നുണ്ട്. കാൻറ്റർബറി ആർച്ച് ബിഷപ്പിനോട് ഇത് റിമൂവ് ചെയ്യാൻ പറഞ്ഞു എന്നാണ് കേൾക്കുന്നത്. ശരിയായിരിക്കാം. ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ പുരുഷന്മാരും മനസ്സിലാക്കുക, സ്ത്രീകൾ മനസ്സിലാക്കുക, ഭാര്യ ഭർത്താക്കൾ മനസ്സിലാക്കുക, 2 പേരും ദൈവസന്നിധിയിൽ തുല്യരാണ്. പക്ഷേ കുടുംബത്തിൻ്റെ ചുമതലകളും കടമകളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുമ്പോൾ ഒരാൾ ലീഡർഷിപ്പിൽ വരണം, മറ്റേയാൾ പുറകെ അനുസരിക്കണം. അതിൻ്റെ അർത്ഥം ഭാര്യയ്ക്ക് ഒരു വോയിസും വീട്ടിലില്ലെന്നല്ല. സബ്മിഷൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അടിമ എന്നല്ല. അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഒരുമിച്ചാണ് ചെയ്യേണ്ടത്. ഒരു ടീമാണ്. ഒരുമിച്ചാണ് ഈ സ്റ്റിയറിംഗ് പിടിച്ച് മുന്നിലേക്ക് കൊണ്ടുപോകുന്നത്. സോ ഈക്വാലിറ്റി ഇൻ വാല്യൂസ് ആൻഡ് ഡിഫറൻസസ് ഇൻ റോൾസ്, ഇത് രണ്ടും കൂടി കൃത്യമായിട്ട് പോകുമ്പോഴാണ് ഒരു ഹെൽത്തി മാരേജ് ഉണ്ടാകുന്നത്. പൊതുവേ പുരുഷന്മാർക്ക് കാര്യങ്ങളെ ലീഡ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മുടെ ഇവിടെ ഒരു ഓഫീസ് നടത്തുന്നതുകൊണ്ട് എനിക്കറിയാൻ പറ്റാറുണ്ട്, ഒരു പുരുഷൻ അത് ലീഡ് ചെയ്യുമ്പം സ്ത്രീകളെയും, ഏതൊരു ലീഡർഷിപ്പിൻ്റെ സെക്ടർ ഞാൻ നോക്കുമ്പോൾ സ്ത്രീകളെയും പുരുഷന്മാരെയും കൃത്യമായിട്ട് അവർക്ക് ലീഡ് ചെയ്യാനായിട്ട് ഒരു പ്രത്യേക എന്താ പറയുക, നൈസർഗികമായിട്ട് ജന്മനാ തന്നെ ആ ഒരു പ്രത്യേക കഴിവുണ്ട്. എന്നാൽ സ്ത്രീകളും ഇപ്പോൾ ലീഡ് ചെയ്യുന്ന ഒത്തിരി, ഇപ്പം ഞാൻ തന്നെ അങ്ങനെ ലീഡ് ചെയ്യുന്നുണ്ട്, പുരുഷന്മാരെയും സ്ത്രീകളും ഒക്കെ ലീഡ് ചെയ്യുന്നുണ്ട്. അത് നൈസർഗികമായിട്ട് വന്നതാണെന്ന് പറയാൻ പറ്റില്ല. അതൊത്തിരി എന്താ ചെയ്യുക, ഒത്തിരി പ്രാക്ടീസ് ചെയ്തുകൊണ്ടും ഒത്തിരി എക്സ്പീരിയൻസ് കൊണ്ടും ഒത്തിരി കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിക്കൊണ്ടും ഒരു പൊസിഷൻ ആയതുകൊണ്ടൊക്കെയാണ്. ഇപ്പോൾ രാഷ്ട്രീയത്തിലും കാണും അങ്ങനെയുള്ള സ്ത്രീകൾ, പല മേഖലകളിലും കാണും. അത് വർഷങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ടായിരിക്കും പുരുഷന്മാരെയും സ്ത്രീകളും ഒക്കെ ലീഡ് ചെയ്യുന്ന ഒരു കപ്പാസിറ്റിയിൽ അവർ വന്നിരുന്നത്. സ്ത്രീകൾക്കത് നൈസർഗികമായിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ പുരുഷന്മാർക്ക് എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മനസ്സിലാകുന്നുണ്ടോ, ഓട്ടോമാറ്റിക്കലി ഈ കാര്യം ഫ്ലോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പാസ്റ്റർ നേരത്തെ പറഞ്ഞില്ലേ, ദൈവം എന്തുകൊണ്ടാണ് അത് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം അങ്ങനെ വയർ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഒരാളത് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവം അത് വയർ ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതോടൊപ്പം ഒരു കാര്യം കൂടെ ഞാൻ ഈ അടുത്ത കാലത്ത് പറയുന്ന ഒരു പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം, പൗലോസ് അപ്പോസ്തലൻ അത് പറയുമ്പോൾ വ്യക്തമായിട്ട് പരസ്പരം വിധേയപ്പെട്ടിരിക്കട്ടെ എന്ന് പറയുന്ന ഒരു ഭാഗം കൂടിയുണ്ട്. അതായത് ചില കാര്യങ്ങളിൽ ഭാര്യമാർ പറയുന്നതിൽ ഭർത്താക്കന്മാരും വിധേയപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അതിന് മെൻ്റലി സ്പിരിച്വലി എല്ലാ തരത്തിലും കർത്താവ് ആക്കി വെച്ചിരിക്കുന്ന വ്യക്തി ആരെന്ന് മനസ്സിലാക്കി അവിടെ കീഴ്പ്പെട്ടു പോവുകയാണ് ഏറ്റവും നല്ല എന്താ പറയുക ശക്തമായിട്ടുള്ള ഒരു കുടുംബ ബന്ധം ഉണ്ടാകുന്നത്. ഓക്കെ, നമ്മൾ തുടക്കത്തിൽ ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഒരു കഷ്ണം കൂടെയാണ് ചോദിക്കുന്നത്. നേരത്തെ പറഞ്ഞു, ചില ഹസ്ബൻഡ്സിനോട് അവർ റെസ്പോൺസിബിലിറ്റി എടുക്കാതിരിക്കുമ്പോൾ നമ്മൾ തുറന്ന് സംസാരിക്കണം. പലപ്പോഴും ഒരു ചോദ്യം കൂടി വന്നിരിക്കുന്നത് കൂട്ടിച്ചേർത്ത് ഞാൻ പറയുകയാണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ സംഭാഷണത്തിലേക്ക് കടക്കാൻ പോകുമ്പോൾ ഈ ഹസ്ബൻഡ് ഒന്നില്ലെങ്കിൽ അവിടെ വിട്ടുപോകും, അല്ലെങ്കിൽ മിണ്ടാതിരിക്കും, അല്ലെങ്കിൽ തിരിച്ചു പെട്ടെന്ന് ദേഷ്യപ്പെട്ട് വൈൽഡായിട്ടൊക്കെ ഒന്ന് ബിഹേവ് ചെയ്തിട്ട് ഇതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യും. അപ്പോൾ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് എന്നൊരു പരിപാടിയും കൂടി ഉണ്ട്. ഈ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ, മേഖലകൾ വരുമ്പോൾ അല്ലെങ്കിൽ ചെറിയൊരു വഴക്ക് വരുമ്പോഴും ആകാം, അങ്ങോട്ട് മിണ്ടാതിരിക്കുക, മൗനവ്രതം എടുക്കുക.
ആ ഒരു കാര്യത്തെ എങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റും? ഇന്ന് രാവിലെ ഞാൻ എടുത്ത ക്ലാസ്സിൽ കുറച്ചൊന്ന് ഇമോഷണൽ ഇൻ്റലിജൻസിൽ ഈ കാര്യം പറഞ്ഞിരുന്നു. ഈ ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന ആള് എന്താ പറയുക, ഈ ഒരു വൈകാരിക ബുദ്ധിയുടെ കാര്യത്തിൽ എന്താണ് അയാൾ ശിശുവാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു ശിശുവിനെ ഹാൻഡിൽ ചെയ്യണ പോലെ ഇതിനെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ ഇത്തരം സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന ആളോട് പറയേണ്ട ഒരു കാര്യം, നിങ്ങളും ഈ മിണ്ടാതെ ഇരിക്കുന്നത് അത് സംസാരിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. സംസാരിച്ചുകൊണ്ട് പറയേണ്ടത്, നിങ്ങൾ ഈ മിണ്ടാതെ ഇരിക്കുന്നത് എനിക്ക് ഇതിനേക്കാൾ വളരെ വേദന ഉളവാക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മളുണ്ടാക്കിയ പ്രശ്നത്തേക്കാൾ എനിക്ക് വേദന ഉളവാക്കുന്ന കാര്യം ഈ മിണ്ടാതിരിക്കുന്നതാണ് എന്നുള്ളത് നമ്മൾ വ്യക്തമാക്കുക. അതോടൊപ്പം തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ അവൾക്ക് വേദന അല്ലെ അവന് വേദന ഉണ്ടാകട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് ഈ മിണ്ടാതിരിക്കുന്നത്. ചില വീടുകളിൽ ഭാര്യമാരായിരിക്കാം, ആരെങ്കിലും ഒരാളുണ്ടാവാം ഈ സ്വഭാവം. എല്ലാ വീടുകളിലും ആരെങ്കിലും ഒരാൾക്ക് ഉണ്ടായിരിക്കും. അത് ഞങ്ങളുടെ കയ്യിൽ ആരാണെന്ന് നിങ്ങളിപ്പോൾ ചോദിക്കരുത്. അപ്പോൾ എല്ലാ വീട്ടിലും ഇത് ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് അത് മനഃപൂർവ്വമായിട്ട് അത് മറ്റേയാളിത്തിരി ഒരു പണി കൊടുക്കണം, നേരത്തെ അംബ്രോസ് ബ്രദർ പറഞ്ഞ പോലെ ഒരു പണി കൊടുക്കണം എന്നുള്ള രീതിയിലാണിത് ആയിരിക്കുന്നത്. പക്ഷേ നമുക്കത് വളരെയധികം വിഷമമുണ്ടെന്നും അത് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി സ്വസ്ഥത എടുത്ത് കളയുന്നുണ്ടെന്നും നമ്മൾ അദ്ദേഹത്തോട് അല്ലെങ്കിൽ ആ വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടും അത് അതുപോലെ തന്നെ തുടരുകയാണെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യം കർത്താവിലേക്ക് വിടുക എന്ന് പറയുന്ന ഒരു കാര്യമുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കർത്താവിലേക്ക് വിടുക. അപ്പോൾ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എന്താ പറയുക, ഇദ്ദേഹത്തിനോട് ഇതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ എങ്ങനെയാണ് ഇതിനകത്ത് മാറ്റം വരുത്തേണ്ടത് എന്ന് പറയുന്ന ചില മെത്തേഡ്സ് കൂടെ പറയാം. കാരണം ഈ ആളുമായിട്ട് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് പറയാം, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്കിത് മനസ്സിലാകത്തില്ല, ഇതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നില്ല, അവസാനിക്കുന്നില്ല. ഈ പ്രശ്നങ്ങളുടെ പരിഹാരം വ്യക്തമായിട്ട് നമ്മൾ സംസാരിച്ച് മാറുന്നതാണ് നല്ലതെന്ന് പറയുന്നതാണ് നല്ലത്. ഇനി ഈ മിണ്ടാവ്രതം എന്ന് പറയുന്ന ഈ കാര്യം കൂടുതലായിട്ട് പുരുഷന്മാരിലും ഇത് വരുന്നത് വളരെ കൂടുതലാണ്. കാരണം എനിക്ക് മനസ്സിലായിട്ടുള്ളത്, പുരുഷന്മാർക്ക് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രഷേഴ്സ് ഉണ്ടാകുമ്പോൾ എന്താ പറയുക, ഒരു കെയ്വിനകത്തേക്ക് പോകുന്ന ഒരു പ്രതീതിയുണ്ട്, ഒരു സ്വഭാവം. നേരത്തെ നൈസർഗികമായി എന്ന് പറഞ്ഞ പോലെ തന്നെ ഓട്ടോമാറ്റിക്കലി അങ്ങനെയുണ്ട്. അവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. ഒന്നില്ലെങ്കിൽ ബാത്റൂമിലെങ്കിലും പോയി ഒന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് വെച്ചാൽ മതി. എവിടെയെങ്കിലും കുറച്ച് നേരം ആ ഭാര്യനെയും കാണാതെ മക്കളെയും കാണാതെ എവിടെയെങ്കിലും ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് പറയുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ ഭർത്താവിനുള്ളതിനെ ഭയങ്കര തെറ്റായിട്ട്, അത് മിണ്ടാവ്രതമായിട്ട് കണക്ക് കൂട്ടരുത്. അതിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രഷേഴ്സ് എന്താ പറയുക, എങ്ങനെയാ പറയുക, അതിനെ ലൂസ് ചെയ്യുന്നോ റിലീസ് ചെയ്യുന്ന ഒരു മെത്തേഡായിട്ടും കൂടെ നമ്മളതിനെ മനസ്സിലാക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞ മനസ്സിലായി നിങ്ങൾക്ക്? അപ്പം ചിലത് മിണ്ടാവ്രതം നമ്മളെ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെ നമ്മൾ സംസാരത്തിലൂടെ പറഞ്ഞും മനസ്സിലാക്കിയും പ്രാർത്ഥിച്ചൊക്കെ കറക്റ്റ് ചെയ്തെടുക്കണം. എന്നാൽ ചിലപ്പോൾ ഇവർ മിണ്ടാതെ ഒരു റൂമിനകത്ത് മാറുകയോ മാറി നിൽക്കുകയോ ഒക്കെ കുറച്ച് നേരത്തേക്ക് അവർക്ക് വേണ്ടി വരും. ആ സമയത്ത് നുള്ളാനും തോണ്ടാനും ഞെക്കാനും ഒന്നും പോകരുത്. നേരത്തെ കിട്ടിയതിനേക്കാൾ കൂടുതൽ കിട്ടും ആ സമയത്ത്. അപ്പോൾ ആ സമയത്ത് അവർ ആ ഹൈബർനേഷൻ എന്ന് പറയുന്ന പോലെ ആ ഒരു കെയ്വിനകത്തോട്ട് അവർ പൊക്കോട്ടെ. ചിലപ്പോൾ 1 മണിക്കൂർ കഴിയുമ്പോൾ 2 മണിക്കൂർ കഴിയുമ്പോൾ അവർ സെറ്റായിട്ട് തിരിച്ചു വരും. പക്ഷെ സെറ്റാകാതെ പിന്നെയും 3 ദിവസം ഇരിക്കുന്നുണ്ടെങ്കിൽ ആ വിഷയം നമ്മൾ ഹാൻഡിൽ ചെയ്യണം. ഒരിക്കലും ഒരു ഭാര്യ ഭർത്താവിനോടൊന്ന് പറഞ്ഞു, ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കില്ല. ഭർത്താവ് 2 കൈ ഉയർത്തി, താങ്ക് യു ലോർഡ്, നീ എൻ്റെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി എന്ന് പറഞ്ഞു. അത്രയാൾ പ്രാർത്ഥിച്ചു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഭാര്യ, എന്താ നിങ്ങളൊന്നും മിണ്ടാത്തെ? ഇത്രയേ ഉള്ളൂ സംഭവം. ജോയലോസിന് എല്ലാവർക്കും അറിയാമല്ലോ, ലേക്വുഡ് ചർച്ചിൻ്റെ ജോയൽ ആൻഡ് വിക്ടോറിയ. അദ്ദേഹത്തിൻ്റെ ഫാദറാണ് ജോൺ ഓസ്റ്റീൻ, മദറാണ് ഡോഡി ഓസ്റ്റീൻ. ഡോഡി ഓസ്റ്റീൻ മരിച്ചിട്ട് അധികം നാളായില്ല. അപ്പോൾ ഈ ജോൺ ഓസ്റ്റീൻ, അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം ഞാൻ കേട്ടിട്ടുള്ളത് ഇങ്ങനെയാണ്. ഇതുപോലെ തന്നെ ഡോഡി ഓസ്റ്റിനുമായിട്ട് എന്തോ പ്രശ്നമുണ്ടായി. ഭയങ്കര ദേഷ്യപ്പെട്ട് മിണ്ടാതെ ഇങ്ങനെ നടക്കുക, അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കുക. ഇത് പൊളിക്കാൻ വേണ്ടിയിട്ട് ഡോഡി ഓസ്റ്റിൻ ചെയ്തൊരു പരിപാടി, കിച്ചൻ്റെ ഇതുണ്ടല്ലോ തട്ട് പോലെയുള്ള കൗണ്ടറിൻ്റെ കോർണറിൽ എവിടെയോ പോയി ഒളിച്ചു നിന്നു. ഈ ആളെ കാണുന്നില്ല. അപ്പോൾ ജോണോസിന് പേടിയായി, ഇവളെങ്ങോട്ട് പോയെന്നറിയില്ല. അപ്പോൾ ഈ വീട് മുഴുവൻ നടന്ന് കിച്ചൺ വഴി വന്നപ്പോൾ അങ്ങോട്ടും പോകുന്ന വഴി ഈ കൗണ്ടറിൻ്റെ മുകളിൽ നിന്നും ബാക്കിലോട്ടൊരു ഒറ്റ ചാട്ടം ചാടിയിട്ട് ഈ കാല് ഇങ്ങോട്ടിട്ട് ഈ തവളേക്ക് ഇരിക്കില്ല അതുപോലെ അങ്ങ് കയറി പിടിച്ചു.
എന്നിട്ട് പറഞ്ഞു, ജോൺ, യു ഹാവ് ടു സ്പീക്ക് ടു മീ. ഈ ഒരു വല്ലാത്തൊരു പേടിയും ഇവരിങ്ങനെ കയറി പിടിച്ചു കഴിഞ്ഞതോടുകൂടി ആളുടെ അകത്തുള്ള ദേഷ്യവും പോയി, എല്ലാം പോയി. അവർ തമ്മിൽ ഭയങ്കര ലോഹ്യമായി. ലേഡീസ്, യു നോ ഹൗ ടു ട്രീറ്റ് യുവർ ഹസ്ബൻഡ്. ഓരോ ഭാര്യമാർക്കറിയാം എൻ്റെ ഭർത്താവിന് എവിടെ പിടിച്ചാൽ കിട്ടും. അടിക്കേ, ഭാര്യമാർക്കേ അത് അറിയാവൂ. എവിടെ ചിലപ്പോൾ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ പ്രശ്നം തീരാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് കൊഞ്ചിക്കുകയോ. ഈ ആളെ എങ്ങനെ റെഡിയാക്കി എടുക്കാം? ഇത് സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് എന്നല്ലേ പറഞ്ഞാൽ. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ അവസാനിപ്പിക്കാം എന്നുള്ളത് അതൊരു ട്രീറ്റ്മെൻ്റ് അല്ലേ? പല ട്രീറ്റ്മെൻറ്റ് കണ്ടിട്ടുണ്ട്. ഇത് സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റാണ്. സൈലൻറ്റ് ട്രീറ്റ്മെൻ്റ് അല്ല, ഇത് സൈലൻറ്റ് പണിഷ്മെൻ്റാണ്. ഇത് നാളെ പുറത്തെടുക്കാൻ എങ്ങനെ വീണ്ടും കൂടുതൽ ദേഷ്യപ്പെടുത്തുന്ന രീതിയിലല്ല, ആളെ വളച്ചൊടിച്ച് നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവരാനുള്ള താക്കോല് ലോകത്തിൽ നിങ്ങളുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. ഈ താക്കോലില്ലെങ്കിൽ പോയി. താക്കോലില്ലെങ്കിൽ താക്കോല് കണ്ടെടുക്കണം. അപ്പോൾ ഈ ഡോഡിയോസും ചെയ്ത പോലെ ചെയ്യരുത്. ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി മലന്ന് അടിച്ച് രണ്ടുപേരും നടു ഒടിഞ്ഞ് ചിലപ്പോൾ ട്രാക്ഷനിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടേണ്ടി വരും. അത് കോപ്പി അടിക്കാനല്ല പറയുന്നത്. അവരവരുടെ കോണ്ടെക്സ്റ്റിൽ അറിയാം എങ്ങനെ ഇയാളെ മിണ്ടിക്കാം. ക്ഷമാ സിസ്റ്റർ പറഞ്ഞ പോലെ ആദ്യം കുറച്ച് സമയം കൊടുക്കണം. പ്രോസസ്സിങ് ടൈം, റെൻഡറിങ്, റെഫറിങ് എന്താ പറയുന്നത്, ലോഡിങ്. അതെ, ലോഡിങ് എന്നൊക്കെ പറഞ്ഞ പോലെ അത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ പ്രോസസ്സിങ് ആണ്. അദ്ദേഹം റെഡിയായി കുറച്ചായി കഴിയുമ്പോൾ നമ്മൾ ഇൻ്റർഫിയർ ചെയ്ത് ആളെ കൊണ്ടുവന്ന് നോർമലാക്കിയിട്ട് അതിന് നിങ്ങൾ ഇനിഷ്യേഷൻ എടുക്കുക. ഇത് ഭാര്യയായിരിക്കാം, ഭർത്താവായിരിക്കാം. ചില വീട്ടിൽ ഇത് തമ്മിൽ താക്കോലിട്ട് തുറക്കുക. ആരാണോ മിണ്ടാവിധത്തിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾ ഇച്ചിരി റിസ്ക് എടുക്കണം. നമ്മൾ കോമൺലി കേട്ട് വരുന്ന ഒരു വേർഡാണ് സ്ട്രെസ്, പ്രഷർ അല്ലേ, ബിറ്റ്വീൻ കപ്പിൾസ് അല്ലെങ്കിൽ അവരുടെ വർക്ക് ലൈഫ് കാരണം ആൻഡ് ഓൾ ദോസ് തിങ്സ്. അപ്പോൾ വാട്ട് അഡ്വൈസ് വുഡ് യു ഗിവ് ടു കപ്പിൾസ് ഫേസിങ് സ്ട്രെസ് ഓർ പ്രഷർ, മേ ബി ഇൻ ദിയർ relationship, I mean due to the work in their relationship, and how do you support each other's personal growth? രണ്ട് ലെയറുകളായിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഒന്ന്, നമ്പർ 1, ജീസസ് ക്രൈസ്റ്റ് ഇസ് ദ ബെസ്റ്റ് സ്ട്രെസ് റിലീവർ. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 11:28 അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങൾക്ക് വിശ്രമം തരാം. സ്ട്രെസ് റിലീസ് ചെയ്യാനായിട്ടുള്ള ഒറ്റ ഓഫർ കിട്ടുന്നത് എവിടെ നിന്നാണ്? യേശു. ആദ്യം പേഴ്സണലി യേശുവിൻ്റെ അടുക്കൽ പോകണം. എന്നിട്ട് അത് ആദ്യം കഴിയണം. ഇനി അടുത്തത് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അവിടെ ഈ സ്ട്രെസ് വരുത്തുന്ന പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. അതിന് ഒന്ന്, ഈ ട്രിഗർ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. എന്ന് പറഞ്ഞേ, ട്രിഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? കാഞ്ചി. അതായത് തോക്കിൻ്റെയൊക്കെ കാഞ്ചി വലിക്കുന്നത് പോലെ ഒരു സാധനം പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ, ട്രിഗർ ഇട്ട് കഴിഞ്ഞാൽ ഈ ആൾ ഭയങ്കരമായിട്ട് വയലൻ്റ് ആവും. ആ ട്രിഗർ വലിക്കരുത്. പകരം സ്ട്രെസ് റിലീഫ് എന്ന് പറയുന്നത് എപ്പോഴാണ്? ഭയങ്കരമായി സ്ട്രെസ്ഫുൾ ആകുന്ന സമയത്ത് യു നീഡ് എ ബ്രേക്ക്. എല്ലാവരും പറഞ്ഞേ ബ്രേക്ക്. ഞാൻ എല്ലാവരോടും എത്ര തിരക്കുള്ളവരാണെങ്കിലും എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ രണ്ടുപേരും മാത്രമായി എവിടെയെങ്കിലും ഒരു തട്ടുകടയിലെങ്കിലും പോയി ഒരു കാലിച്ചായെങ്കിലും മേടിച്ച് കുടിക്കുക. ഒരുമിച്ച്, മക്കളെ കൊണ്ടുപോകരുത്. എവിടെയെങ്കിലും ഒരുമിച്ച് പോവുക, പോകുന്ന വഴിക്കൊന്ന് സംസാരിക്കുക. ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും അത് ചെയ്യുന്നത് നല്ലതാണ്. എല്ലാ സ്ട്രെസ്സും കൂടി വന്ന് പ്രഷർ കുക്കറായി പൊട്ടിത്തെറിക്കുന്നത് വരെ നോക്കി നിൽക്കാതെ അതത് സമയത്ത് ആ സേഫ്റ്റി വാൽവ് കഴിച്ചു വിട്. അങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ ഒരല്പസമയമെങ്കിലും, എത്ര തിരക്കാണെങ്കിലും രണ്ടുപേരും ഒരുമിച്ചൊരല്പസമയം, ചായ കുടിക്കാൻ പോകുന്നതാകാം, എവിടെയെങ്കിലും ഒരു ഷോപ്പിങ്ങിന് പോകുന്നതാകാം, ഒരുമിച്ച് ചുമ്മാ ഒരു ഡ്രൈവ് ആകാം, നടക്കാൻ പോകുന്നതാകാം, എന്തെങ്കിലും ഒരു ഇത് നിങ്ങളുടെ ജീവിതത്തിലെ അവസരമനുസരിച്ചൊന്ന് ചെയ്യണം. ഒരു റിലാക്സേഷൻ എങ്ങനെയായാലും ഉണ്ടായിരിക്കണം. സ്ട്രെസ് റിലീഫിന് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഈ ഏലിയാവിൻ്റെ കാര്യത്തിൽ, ഏലിയാവ് സൂയിസൈഡലായ ഒരു സമയം അറിയാമല്ലോ. ഞാൻ എൻ്റെ പിതാക്കന്മാരെയൊക്കെ നല്ലവനല്ല, അതുകൊണ്ട് എൻ്റെ ജീവൻ എടുക്കണമേ എന്ന് പറഞ്ഞ സമയത്ത് ദൈവം ഒരിക്കലും ഒരു ഡെലിവറൻസ് മിനിസ്ട്രി അല്ല അവിടെ നടത്തിയത്. ഇവൻ്റെ ഭൂതം വിട്ടുപോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ശാസിച്ച് പിശാചിനെ പുറത്താക്കുകയല്ല ചെയ്തത്. പകരം എന്ത് ചെയ്തു? അവന് ഫുഡ്, വാട്ടർ, സ്ലീപ്പ്, റെസ്റ്റ്, ഫുഡ്,
വാട്ടർ സ്ലീപ്പ് റെസ്റ്റ്. എല്ലാവരും പറഞ്ഞേ, ഫുഡ് വാട്ടർ സ്ലീപ്പ് റെസ്റ്റ്. അതാ കൊടുത്തേ. അങ്ങനെയാണ് അവൻ്റെ സ്ട്രെസ്സ് മാറ്റിയെടുത്തത്. അവനെന്ത് ചെയ്ത്? നല്ല ഭക്ഷണം, കനലിൽ ചുട്ടട, പിന്നെ വെള്ളം, ഉറങ്ങാൻ പറഞ്ഞു, റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, പിന്നെ എഴുന്നേപ്പിച്ചു. അങ്ങനെ 3 പ്രാവശ്യം ചെയ്തപ്പോൾ ആൾ ഓക്കെ ആയി. ഇപ്പോൾ ആത്മഹത്യ ചെയ്യണ്ട, ഇനി ശുശ്രൂഷ ചെയ്യാൻ തയ്യാറാണ്. ഹലോ. അപ്പോൾ ഇവിടെ സ്ട്രെസ് റിലീഫ് ചെയ്യാനായിട്ട് വേണ്ടത് എന്താണ്? ഒരു ബ്രേക്കാണ്. ഒന്ന് പോയി ഭക്ഷണം കഴിക്കുക, ഒന്ന് പാർക്കിൽ പോവുക, എവിടെയെങ്കിലും ഒന്ന് ബൈക്കിന് പോവുക, കാർ ഓടിച്ച് പോവുക, നടക്കാൻ പോവുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഓപ്പൺ അപ്പ് ചെയ്ത് കഴിയുമ്പോൾ സാധനം പൊക്കോളും. ആദ്യം യേശുവിൽ തുടങ്ങണം, എന്നിട്ട് പരസ്പരം. ആമേൻ. വാവ്. 29ാമത്തെ ആനിവേഴ്സറി ആയതുകൊണ്ട് ഞങ്ങളൊരു ചോദ്യം ഈ അല്ലേ പാസ്റ്റർ കപ്പിളിനോട് ഞങ്ങൾ ചോദിക്കുകയാണ്. വാട്ട്സ് യുവർ ഗോ ടു വേ ടു ചിയർ യുവർ സ്പൗസ് അപ്പ് ഓൺ എ ബാഡ് ഡേ? നമ്മുടെ എല്ലാ ദിവസവും ഒരേപോലെ ആയിരിക്കില്ലല്ലോ. ചിലപ്പോൾ ഒരു ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയമാകാം, അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുന്ന സമയമാകാം. പങ്കാളി ഒന്ന് പെട്ടെന്നൊന്ന് ചിയറപ്പ് ചെയ്യാനായിട്ട് എന്തായിരിക്കും ഒരു ചോദ്യം വ്യക്തിപരവും കൂടിയാണ്. അതെ, ഭയങ്കര വ്യക്തിപരമാണ്. അപ്പൊ ഇവരോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളെ അല്ലാത്ത പറയാൻ പറ്റില്ലല്ലോ. ഫസ്റ്റ് ഭയങ്കര ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് സാധാരണ ഇടയ്ക്ക് തെറ്റി പോകാറുണ്ട്. എന്നാലും ഒരു 70% വിജയിക്കുന്ന കാര്യം അങ്ങനെയൊന്നും പറഞ്ഞിട്ട് പോലും ഇല്ല എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്തുകൊണ്ട് അടുത്ത വർത്താനം തുടങ്ങും. ഒരു ബാഡ് ഡേ, ചിലപ്പോൾ മൂഡ് ഓഫ് ആയിരിക്കാം, ചിലപ്പോൾ വേറൊരു കാര്യത്തിൽ ദേഷ്യപ്പെട്ടിരിക്കുന്നതാകാം. എൻ്റെ ലൈഫിൽ ഏറ്റവും എളുപ്പപ്പണി അഭിനയിക്കൽ തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആ അഭിനയം പിന്നെ അങ്ങ് റിയാലിറ്റി ആകും. അപ്പോൾ അതിനകത്തൊരു പോയിന്റ് നിങ്ങൾക്ക് കിട്ടണ്ടോന്ന് എനിക്കറിയില്ല. ചില സമയത്ത് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ്, ഉള്ളിൽ നിന്ന് അങ്ങനെ ഭയങ്കര സ്നേഹമൊന്നും അന്നേരം തോന്നില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നില്ലായിരിക്കും. പക്ഷേ നമ്മൾ അതൊന്നും എന്താ പറയുക, അത് തന്നെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതങ്ങനെ വീണ്ടും വീണ്ടും വൂൺസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു ഏരിയ തൊടാത്ത വിധത്തിൽ വേറെ കാര്യങ്ങളിലോട്ട് ഫോക്കസ് ചെയ്ത് അത് മിണ്ടാത്ത വിധത്തിൽ ചെയ്യും. പക്ഷെ പാസ്റ്ററാണെങ്കിൽ ഇടയ്ക്ക് എന്നോട് അല്ല ആ കാര്യം എന്തായി എന്ന് പിന്നെയും ചോദിക്കും. അപ്പോഴും ഞാൻ വേറൊരു സ്ഥാനത്തിലോട്ട് ഇങ്ങനെ കുരങ്ങൻ ചാടണ പോലെ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി ഇങ്ങനെ ചാടി അങ്ങനെ നിൽക്കും. അതാണ് നോർമലി ഞാൻ ഇതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടി. ആ ഒരു സമയം കൊണ്ട്, ഈ അഭിനയിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ഈ ഒരു സമയം കൊണ്ട് നമുക്ക് അത് ക്ഷമിക്കാനും പൊറുക്കാനും, പിന്നെ കർത്താവേ ഞാൻ ക്ഷമിക്കുന്നു, ആ വാക്ക് ക്ഷമിക്കുന്നു, അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയാനുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന്, ഇത് ഞാൻ പ്രാക്ടിക്കലായിട്ടാണ് പറയണത്, ഭയങ്കര വചനത്തിൽ നിന്നൊന്നും അല്ല പറയുന്നത്. അപ്പോൾ ഒരു ഗ്യാപ്പ് നമുക്ക് അതിനിടയിൽ കിട്ടും. ആ ഒരു ഗ്യാപ്പിനുള്ളിൽ ഈ ബന്ധം പെട്ടെന്ന് തന്നെ എന്താ പറയുക റെസ്റ്റോർ ചെയ്യാനും സുഗമമാക്കാനും ഒക്കെയുള്ളൊരു കാര്യം കിട്ടുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പം ഈ ഒരു സംഭവം മാറാനായിട്ടൊക്കെ പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സാധനം ചായ എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഇപ്പം അതൊന്നും പോകില്ല. അതായത് ഈ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, കല്യാണത്തിൻ്റെ ഓരോ കാലഘട്ടം കഴിയുന്തോറും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന പോലെ 20കളിൽ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 20കളുടെ തുടക്കത്തിൽ ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ 15 വർഷത്തിൽ ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ വീഴുമായിരിക്കും ഹസ്ബൻഡോ അല്ലെങ്കിൽ വൈഫോ. വേറൊരു കാര്യം, ഉടുപ്പ് മേടിച്ചു തരട്ടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 15ാമത്തെ ആ വർഷങ്ങളിലൊക്കെ അവർ വീഴുമായിരിക്കും. പക്ഷേ ഇനിയിപ്പോൾ 30 വർഷവും അടുത്ത വർഷം. അപ്പോൾ എനിക്കറിയാം ഇതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഹസ്ബൻഡിൻ്റെ രീതിയും വൈഫിൻ്റെ രീതിയും ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതുകൊണ്ട് പണ്ട് ഉടുപ്പ് കൊടുത്തല്ലോ, അതുകൊണ്ട് ഇപ്പോഴും ഉടുപ്പ് കൊടുത്ത് സോപ്പിട്ട് സെറ്റാക്കി എടുക്കാമെന്ന് വെച്ചാൽ അത് മണ്ടത്തരമാണ്. അത് സെറ്റാവില്ല. അപ്പോൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ചായ കൊടുത്തും സെറ്റാവില്ല. അപ്പോൾ എന്തിലാണത് സെറ്റാക്കാനിട്ട് നേരത്തെ പാസ്റ്റർ പറഞ്ഞില്ലേ, സ്വിച്ച് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞില്ലേ. ഭാര്യയുടെ മാനേജ് ചെയ്യാനാണെങ്കിലും ഭർത്താവിനെ മാനേജ് ചെയ്യാനാണെങ്കിലും സ്വിച്ച് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ ഓരോ കാലഘട്ടത്തിനും വേണ്ട സ്വിച്ച് തന്നെ കറക്റ്റായിട്ട് ഓൺ ചെയ്യണം. ഫാനിന് വേണ്ടിയിട്ട് ലൈറ്റിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യരുത്, മിക്സിയുടെ സ്വിച്ചും ഓൺ ചെയ്യരുത്, ഫാൻ തന്നെ ഓൺ ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ച് സ്വിച്ച് ചെയ്താൽ മതി. പാസ്റ്ററിന് എന്താണ് തോന്നുന്നത്, എന്നെ സെറ്റാക്കുന്നത് എങ്ങനെയാണ്? അംബ്രോസ് ചോദിച്ചത് വെളിപ്പെടുത്തണോ? അല്ല, അംബ്രോസ് ചോദിച്ചത് തന്നെയാണോ എന്നുള്ളത് അത് കറക്റ്റാണ്. അല്ല, പെട്ടെന്ന് ചീറപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ പൊടിക്കുകയൊക്കെ ചെയ്യുമല്ലോ. ഇത് ചായ എടുക്കട്ടെ ചോദിക്കുന്ന പോലെ. അല്ല, ഇപ്പൊ അത് സെറ്റ് ആവാറില്ല. ചായ എടുപ്പ് ഇപ്പൊ സെറ്റ് ആവാറില്ല, മുമ്പ് അത് സെറ്റ് ആവുക. മീൻ തിളപ്പിച്ചു കൊടുക്കുക, കൂടി സാധനങ്ങൾ, കാർ മേടിക്കട്ടെ, വീട് മേടിക്കട്ടെ, ഫ്ലാറ്റ് മേടിക്കട്ടെ. അല്ല, ഫുഡൊക്കെ ഇപ്പോൾ മാറി. മറ്റത് പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ബ്ലെസ്സിങ് ഫെസ്റ്റിവലൊക്കെ കഴിഞ്ഞ ഞാൻ ഓരോ പ്രാവശ്യവും ഒരു പുതിയ മെനു ഒക്കെ സെറ്റ് ചെയ്ത്, മനസ്സിലായോ, സാറ്റർഡേ തേഴ്സ്ഡേ ആണ് വണ്ടി എടുത്ത് പോകുന്നത്. ഇവിടെ എല്ലാ സഹോദരന്മാർക്കും അറിയാം.
സാറ്റർഡേ ആകുമ്പോഴത്തേനും എന്തെങ്കിലുമൊക്കെ പുതിയ സാധനമൊക്കെ ഉണ്ടാക്കി ഞാനിങ്ങനെ റെഡി ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും. പക്ഷേ ഇപ്പോൾ അതിനകത്തൊക്കെ കുറേ മാറ്റം വന്നു. ഒരു ഇതൊക്കെ കഴിയുമ്പം ഇപ്പോൾ കുറേ എന്താ പറയുക, ഹെൽത്ത് കോൺഷ്യസും ഡയറ്റ് കോൺഷ്യസും അങ്ങനെ വേണ്ട ഇങ്ങനെ വേണ്ട എന്നൊക്കെ. അതാ ഞാൻ പറഞ്ഞത്, ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട് വിവാഹം കഴിഞ്ഞ 15ാമത്തെ വർഷത്തിലുള്ളതല്ല 30ാമത്തെ വർഷത്തിലേക്ക് വരുമ്പോൾ ഡയറ്റ് കോൺഷ്യസ് ഒക്കെ ആകുമ്പോൾ ഫുഡ് അല്ലായിരിക്കും അവരുടെ ഒരു സംഭവം, വേറെ പലതിലോട്ടും അവർ മാറിയിട്ടുണ്ടാവും. അല്ല, മാറണ്ട, എന്താന്ന് എൻ്റെ കാര്യം പറഞ്ഞിട്ട്. അങ്ങനെ പ്രയാസമുള്ളതൊന്നും കേൾക്കരുത്, സംസാരിക്കരുത് എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഷമാൻ്റെ ഇൻഡയറക്റ്റ്ലി ഒരു കാര്യം പറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്രസ്സ് വാങ്ങിച്ചിട്ടൊന്ന് പഴയ പോലെ പറ്റില്ലെന്ന് ഗ്രേഡ് മാറി, ലെവല് മാറി. അല്ല, അത് ഏറ്റവും രസം ഡിഫറെൻ്റ് ആണ് എൻ്റെ കാര്യത്തിൽ. അതായത് എന്നെ പണ്ട് ഡ്രസ്സ് തന്നെ എന്നെ സോപ്പിടാൻ പറ്റില്ലായിരുന്നു, അതാണ് ഏറ്റവും രസം. ഇപ്പം എന്നെ ഡ്രസ്സ് തന്നു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമാണ്. അതൊക്കെ ഞാൻ ഓർക്കാറുണ്ട്. കല്യാണം കഴിഞ്ഞ് 10 വർഷത്തിലും 5 വർഷത്തിലൊക്കെ അല്ലേ അത് കാണിക്കേണ്ടത്. ഈ 5 വർഷത്തിലും 10 വർഷത്തിലൊക്കെ ഞാൻ അംബ്രോസിനെ സൈദിനെ കഴിപ്പിച്ചുകൊണ്ട് നടക്കില്ലായിരുന്നു. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അല്ല, ആ സമയത്ത് ഒത്തിരി പേരുണ്ടായിരുന്നു. അപ്പം അതൊന്നും സാധ്യമല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു അതെല്ലാം ഇപ്പം റെസ്റ്റോർ ചെയ്യുകയാണെന്ന് എനിക്ക് തോന്നുന്നു പ്രായമായപ്പോൾ. പാസിന്റെ കൂടെ ഇപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇനിയുണ്ടോ? ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. എൻ്റെ ഭർത്താവ് എന്നെ ശാരീരികമായി ഉപദ്രവിക്കുന്നു. ഇത് ഡൊമസ്റ്റിക് വയലൻസിനെ സംബന്ധിച്ചൊരു ചോദ്യമാണ്. പലരും ഈ വിഷയത്തെ സംബന്ധിച്ച് അദ്ദേഹത്തോട് സംസാരിച്ചു. പക്ഷെ അദ്ദേഹം വീണ്ടും മദ്യലഹരിയിലും അല്ലാതെയും എന്നെ അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്യുന്നു. ഇത് അനേക നാളുകളായിട്ട് ഇങ്ങനെ തുടരുന്നു. ഞാനൊരു വിശ്വാസിയാണ്. അപ്പോൾ എങ്ങനെ ഇതിനൊരു പരിഹാരം കണ്ടെത്താം? ആളെ കാണിച്ചു എനിക്ക്. ഞാൻ ഏറ്റു. ഈ ആളെ കാണിച്ചു തന്നാ വിശ്വാസിയാണ്, മദ്യപിക്കുന്നു. ഭാര്യ വിശ്വാസിയാണ്, ഭർത്താവ് വിശ്വാസിയല്ല, മദ്യപാനിയാണ്, എല്ലാ ദിവസവും ശാരീരികമായി ഉപദ്രവിക്കുന്നു. ചിലപ്പോൾ വിശ്വാസിയായ ഭർത്താവും ഒരു പക്ഷേ ചെയ്യാം. മദ്യപിക്കുന്നവരല്ലായിരിക്കാം, ആകാം, ചർച്ചിൽ വരുന്നതാകാം, പക്ഷെ ഉപദ്രവിക്കുന്നു. ഒരു ദൈവദാസൻ പറഞ്ഞത്, ഭാര്യയെ തല്ലുന്നവൻ ഗദരദേശത്തെ ഭൂതഗ്രസ്തന് തുല്യൻ. അവൻ സ്വന്തം ശരീരത്തെ കൂർത്ത കല്ലുകൾ കൊണ്ടും എല്ലാം ഉപദ്രവിച്ചിരുന്നു. ഭാര്യ സ്വന്തം ശരീരമല്ലേ? നിരന്തരമായി ഭർത്താവ് ശാരീരികമായി ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ, എത്ര ഗുണദോഷിച്ചിട്ട് മാറുന്നില്ലെങ്കിൽ, ആ ഭാര്യയ്ക്ക് ശ്രദ്ധിച്ചു കേൾക്കണം, ആ ഭർത്താവിനെ അവിടെ ഇട്ടിട്ട് മക്കളെയും വിളിച്ച് മാറുവാൻ പൂർണ്ണമായി ലൈസൻസ് ഉണ്ട്. ഒരു വീട് ചോർന്നൊലിക്കുന്നു, എന്തു ചെയ്യും? ആ ചോർച്ച അടച്ചാൽ മതി. പക്ഷെ വീട് തീ പിടിച്ചിട്ട് കത്തുകയാണ്, ഓടി രക്ഷപ്പെടണം. ആണോ? കാരണം ജീവൻ പോവും. മദ്യപിച്ച് ഈ ഭർത്താവ് നാളെ ബോധമില്ലാതെ ഏതെങ്കിലും ആയുധമെടുത്ത് കൊന്നാലോ? അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഉപദേശിക്കുന്നത് ഇങ്ങനെയാണ്. എത്രയും വേഗം അവിടെ നിന്ന് മാറുക, അല്ലെങ്കിൽ അയാളെ മാറ്റുക. അയാൾ എന്ന് സുബോധത്തിൽ വരുന്നോ, എന്ന് സ്വന്തം ശരീരം എന്ന് പറയുന്ന ഭാര്യയെ ഏറ്റെടുക്കുമോ, അതുവരെ ആളെ മാറ്റണമെന്ന് ഞാൻ പറയുന്നത്. അയാളുടെ മനസ്സത്തിന് എത്ര വേണമെങ്കിലും ശ്രമിച്ചു, പക്ഷെ ആളവിടെ നിന്ന് മാറണം. അതല്ലാതെ ഉടമ്പടി ബന്ധമായതുകൊണ്ട് എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാളെ മരണം ഏറ്റെടുക്കണമെന്ന് അതിനർത്ഥമില്ല. അല്ലെങ്കിൽ ഈ പീഡനങ്ങൾ മുഴുവൻ സഹിക്കണമെന്ന് ദൈവവചനം പറയുന്നില്ല. അത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുക. അടുത്ത നടപടികളിലോട്ടും കയറാം. കൂടുതലായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രൊട്ടക്ഷൻ എടുക്കാം, പോലീസ് പ്രൊട്ടക്ഷനോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരെ അറിയിച്ച് ചില നടപടികളിലേക്ക് കയറാം. എന്നാൽ ഒരു സ്ത്രീ പറയുകയാണ്, ഞാനിവിടെ കിടന്ന് മരിച്ചോളാം, ചേട്ടൻ എന്നെ കൊന്നോട്ടെ, ദൈവം വിടുവിച്ചാലും ഇവിടെ കിടന്നോളാം എന്ന് പറയും. അപ് ടു ഹെർ. പക്ഷേ സുബോധത്തിലെടുക്കേണ്ടത് ഒരുപക്ഷെ മാറുകയോ അല്ലെങ്കിൽ ഇയാളെ ഏതെങ്കിലും മറ്റേ ഇതിനെന്താ പറയുന്നത്, ട്രീറ്റ്മെൻറ്റ്, ഡി അഡിക്ഷൻ സെൻറ്ററുകളിലേക്ക് മാറ്റുകയോ കൗൺസിലിങ്ങിന് വിധേയമാക്കുകയോ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരികയോ ഡെലിവറൻസ് ചെയ്യുകയോ ഒക്കെ ചെയ്ത് ആളെ ശരിയാക്കി എടുക്കാൻ ശ്രമിക്കുക. അതുവരെ മാറാം. അതൊരിക്കലും തെറ്റല്ല. ഒരു എന്താ പറയുക, ഒരു താൽക്കാലിക സെപ്പറേഷൻ, യെസ്, ഒരു ടെമ്പററി സെപ്പറേഷൻ. എന്നിട്ട് ഈ ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോകട്ടെ, ഈ കാര്യങ്ങൾക്കെല്ലാം മാറ്റം ഉണ്ടാകട്ടെ. അതിനുശേഷം അതായത് ഡിവോഴ്സിലോട്ട് പോകുക എന്നുള്ളതല്ല പാസ്റ്റർ. ഡിവോഴ്സ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ആള് സുരക്ഷിതമായി മാറുക.
കാരണം ജീവൻ്റെ കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കൂടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ജീവൻ്റെ ഒരു വിഷയമാണ്. അതുകൊണ്ട് അങ്ങനൊരു സെപ്പറേഷൻ ലീഗലി അല്ല, താൽക്കാലികമായിട്ടുള്ള സെപ്പറേഷൻ. പക്ഷേ ബന്ധുക്കളെയും അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളോടും നിങ്ങളുടെ മാത്രം ഒരു സ്വകാര്യ ഇഷ്യൂ ആയിട്ട് അത് വെക്കാതെ മറ്റു പലരോടും അത് അഡ്രസ്സ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോട്, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സിനോടും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരോടും അത് അഡ്രസ്സ് ചെയ്യുക. അപ്പോൾ അവരുടെയും കൂടെ സഹായത്തോടെ പിന്തുണയോടെ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുക. അതുവരേക്കുമുള്ള കാലഘട്ടത്തിൽ ഒരു ടെമ്പററി സെപ്പറേഷൻ പാസ്റ്റർ പറഞ്ഞ പോലെ ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർക്കും സമൂഹത്തിൽ ബാക്കിയുള്ള ആളുകൾക്കും മനസ്സിലാകും ഇത്തരം ഈ ചെയ്യുന്നത് വളരെ ഒരു എന്താ പറയുക ശരിയായിട്ടുള്ള കാര്യമല്ല, കുറ്റകൃത്യത്തോട് തുല്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് അത് മറ്റുള്ളവർക്ക് മനസ്സിലാകുകയും ചെയ്യും. ചിലപ്പോൾ എല്ലാ ദിവസവും കുടിച്ച് വന്ന് തല്ലിയിട്ട് പിറ്റേ ദിവസം കാലിൽ ഒന്ന് മാപ്പ് പറയുന്നവരുണ്ട്, എന്നോട് ക്ഷമിക്കണം. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ആൾ മാനസാന്തരപ്പെടണം, ആൾ കുടുംബത്തെ ഏറ്റെടുക്കണം. അതുവരെ കാര്യങ്ങൾ ഫിനിഷ്ഡ്.